മാസ്റ്റർ കെ അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിന്റെ പുതിയൊരു വീഡിയോ സെഷനിൽ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കെമിസ്ട്രിയിലെ മൊഡ്യൂൾ 3 ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ സെക്ഷനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മൊഡ്യൂൾ 3 നമുക്ക് തന്നിരിക്കുന്നത് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഈ ടോപ്പിക്കിൻ്റെ നോട്ട്സും അതേ കണക്ക് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് നേരിട്ട് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോകാം. ആദ്യം നമുക്ക് നമ്മുടെ സിലബസിൽ ഇലക്ട്രോ കെമിസ്ട്രിയിൽ എന്തൊക്കെയാണ് തന്നേക്കുന്നതെന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്ക് സ്പെസിഫിക് ഇക്വലന്റ് കണ്ടക്ടൻസ് ആൻഡ് മോളാർ കണ്ടക്ടൻസ് ആൻഡ് ഇറ്റ്സ് വേരിയേഷൻ വിത്ത് ഡൈലൂഷൻ. അപ്പം സ്പെസിഫിക്കിന്റെയും ഇക്വലന്റൻസിന്റെയും മോളാർ കണ്ടക്ടൻസിന്റെയും വേരിയേഷൻ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇലക്ട്രോ കെമിക്കൽ സെല്ല്, അതിന്റെ ടൈപ്സ്, ഇലക്ട്രോളിറ്റിക് ആൻഡ് ഗാൽവണിക് സെല്ലിന്റെ എക്സാമ്പിൾസ്, റഫറൻസ് ഇലക്ട്രോഡുകളെ പറ്റി പഠിക്കാനുണ്ട്, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് പഠിക്കാനുണ്ട്, കലോമൽ ഇലക്ട്രോഡും പഠിക്കാനുണ്ട്. ദെൻ സെൽ റിയാക്ഷൻ, നേൺസ്റ്റ് ഇക്വേഷൻ, ഫ്യൂവൽ സെൽ. ഇത്രയുമാണ് നമ്മളുടെ മൊഡ്യൂൾ 3ൽ നമുക്ക് തന്നിരിക്കുന്ന ടോപ്പിക്കുകൾ. ഇലക്ട്രോ കെമിസ്ട്രി ആണ്. ഇതായിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ കവർ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു ഓർഡറിലല്ല കവർ ചെയ്യുന്നത്, പക്ഷേ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ആദ്യം നമുക്ക് എന്താണ് ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് നോക്കാം. കാരണം നമ്മളുടെ ഇലക്ട്രോ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് അല്ലെങ്കിൽ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന സെക്ഷൻ തന്നെ ബേസ് ചെയ്യുന്നത് ഈ ഒരു സാധനത്തിനെയാണ്. വിളിക്കുന്ന പേര് ഇലക്ട്രോ കെമിക്കൽ സെല്ല്. ആദ്യം എന്താണ് നമുക്ക് ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളോട്ട് പോകാം. ഇലക്ട്രോ കെമിക്കൽ സെൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന സെല്ലുകളെയാണ് നിങ്ങൾ ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന സെല്ലുകളെയാണ് നിങ്ങൾ ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് വിളിക്കുന്നത്. ഒന്ന് ഇലക്ട്രിക്കൽ എനർജിയെ എന്താക്കി മാറ്റുന്നു? കെമിക്കൽ എനർജി ആക്കി മാറ്റുന്നു. അല്ലെങ്കിൽ കെമിക്കൽ എനർജിയെ തിരിച്ച് എന്താക്കി മാറ്റുന്നു? ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നു. ഇത് രണ്ടും ചെയ്യുന്ന സെല്ലുകളെയാണ് നിങ്ങൾ എന്തെന്ന് വിളിക്കുന്ന? ഇലക്ട്രോ കെമിക്കൽ സെല്ലുകൾ എന്ന് വിളിക്കുന്നത്. ഒന്നില്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജി ആക്കി മാറ്റുന്നു, അല്ലെങ്കിൽ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നു. അപ്പം ഈ ഇലക്ട്രിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇലക്ട്രിസിറ്റിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, ഇലക്ട്രിസിറ്റി. ഓക്കെ, ഈ കെമിക്കൽ എനർജി എന്ന് പറഞ്ഞാലേ കെമിക്കൽ റിയാക്ഷൻസ് വഴി ഉണ്ടാകുന്ന എനർജി. കെമിക്കൽ റിയാക്ഷൻസ് വഴി ഉണ്ടാകുന്ന എനർജിയാണ് നിങ്ങൾ കെമിക്കൽ എനർജി എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഈ ഒരു ഇലക്ട്രോ കെമിസ്ട്രിയിൽ അവിടെ നടക്കുന്ന ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ആണ്. ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് വഴി ഉണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഓക്സിഡേഷനോ അല്ലെങ്കിൽ റിഡക്ഷനോ ആയിരിക്കും. അപ്പം ഓക്സിഡേഷനോ റിഡക്ഷനോ നടന്ന് അതുവഴി ഉണ്ടാകുന്ന കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രിസിറ്റി അങ്ങോട്ട് സപ്ലൈ ചെയ്യുമ്പോൾ അവർ കെമിക്കൽ റിയാക്ഷൻസ് നടത്തി നമുക്ക് ഇങ്ങോട്ട് തരുന്നു. ഈ രണ്ടിനെയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ കെമിക്കൽ സെൽ. അപ്പൊ എന്താ ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നു, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജിയാക്കി മാറ്റുന്നു. രണ്ടും ചെയ്യുന്ന സെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ കെമിക്കൽ സെല്ലുകൾ. ഓക്കെ, നോക്കാം എന്താണ് ഇലക്ട്രോ കെമിക്കൽ സെൽ. ഞാൻ ഇങ്ങോട്ട് വെക്കാമേ. ഇലക്ട്രോ കെമിക്കൽ സെൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ഡിവൈസ് ദാറ്റ് കൺവേർട്സ് കെമിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. എന്താക്കി മാറ്റുന്നു? കെമിക്കൽ എനർജിയെ എന്താക്കി മാറ്റുന്നു? ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നു. അങ്ങനെ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളുടെ ഫാമിലിയെ വിളിക്കുന്ന പേരാണ് ഗാൽവാനിക് സെൽ. ഗാൽവാനിക് സെല്ലിന് വേറൊരു പേര് കൂടെ ഉണ്ട്, വോൾട്ടായിക് സെൽ കേട്ടോ. അപ്പൊ ഗാൽവാനിക് സെൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോ കെമിക്കൽ സെല്ലിലെ ഒരു ഫാമിലിയാണ്. ഇവർ ചെയ്യുന്നത് കെമിക്കൽ റിയാക്ഷൻ നടത്തി, അതായത് കെമിക്കൽ എനർജിയെ കെമിക്കൽ റിയാക്ഷൻ വഴി ഉണ്ടാകുന്ന, അതായത് ഓക്സിഡേഷനും റിഡക്ഷനും നടന്ന് അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി ഇലക്ട്രിസിറ്റി ആക്കി കൺവേർട്ട് ചെയ്ത് നമുക്ക് തരും. അപ്പൊ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇലക്ട്രിസിറ്റി ആയിരിക്കും. ഇതാണ് ഗാൽവനിക് സെൽ. രണ്ടാമത്തത് ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു കെമിക്കൽ എനർജി. അതായത് നമ്മൾ അങ്ങോട്ട് സെല്ലിനകത്തോട്ട് ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് എന്ത് കിട്ടും? കെമിക്കൽ എനർജി കിട്ടും, അതായത് കെമിക്കൽ റിയാക്ഷൻസ് കിട്ടും. അങ്ങനെയുള്ളതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോളിറ്റിക് സെൽ. അപ്പോൾ ഗാൽവനിക് സെല്ലും ഇലക്ട്രോളിറ്റിക് സെല്ലും, ഈ രണ്ട് സെല്ലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഇലക്ട്രോഡുകളുണ്ട്. ഇലക്ട്രോഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്ന സ്ഥലമാണ്. ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ മെറ്റൽ റോഡുകളാണ്, മെറ്റൽസിന്റെ റോഡുകളാണ്. മെറ്റൽ റോഡുകളെയാണ് നിങ്ങൾ എന്തെന്ന് വിളിക്കുന്നത്? ഇലക്ട്രോഡ് എന്ന് വിളിക്കുന്നത്.
രണ്ട്, ഇലക്ട്രോലൈറ്റ് ഉണ്ട്. അതായത് ഈ റോഡുകൾ മുക്കി വെച്ചേക്കുന്ന അവരുടെ തന്നെ സൊല്യൂഷൻസ് ആണ് എന്താ നമ്മളുടെ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. ഈ റോഡുകൾ, മെറ്റൽ റോഡുകൾ മുക്കി വെക്കുന്ന സൊല്യൂഷൻ. ഇനി സാൾട്ട് ബ്രിഡ്ജ് ഉണ്ട്. അത് നമ്മളുടെ ഇലക്ട്രോളിറ്റിക് സെല്ലിലില്ല, ഗാൽവനിക് സെല്ലിൽ മാത്രമേ ഉള്ളൂ. സാൾട്ട് ബ്രിഡ്ജ് മെയിൻറ്റെയിൻ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി, അല്ലെ, ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു. എവിടെ മാത്രമേ ഉള്ളൂ? ഗാൽവനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടായിക് സെല്ലിൽ മാത്രമേ ഉള്ളൂ, വേറെ എവിടെയും ഇല്ല. ഓക്കെ, നമ്മൾ പറഞ്ഞു ഗാൽവാനിക് സെൽ, അല്ലെ, അതിനെ വിളിക്കുന്ന വേറൊരു പേരെന്തുവാ? വോൾട്ടായിക് സെല്ല്. കീ ടൈപ്സ് ആണ്, രണ്ട് ടൈപ്പേ ഉള്ളൂ, ഗാൽവനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടായിക് സെല്ലും ഇലക്ട്രോളിറ്റിക് സെല്ലും. എന്താ ഗാൽവനിക് സെല്ല്? നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നത് ഇലക്ട്രിസിറ്റിയാണ്. അതായത് കെമിക്കൽ റിയാക്ഷൻ നടന്ന് ജനറേറ്റ് ഇലക്ട്രിസിറ്റി ഫ്രം സ്പോണ്ടേനിയസ് റിഡോക്സ് റിയാക്ഷൻ. കണ്ടോ ആ ടേം ഓർത്തോണേ, ജനറേറ്റ് ഇലക്ട്രിസിറ്റി ഫ്രം, അതായത് കെമിക്കൽ റിയാക്ഷൻ നടന്ന് നമുക്ക് ഇങ്ങോട്ട് ഇലക്ട്രിസിറ്റി തരും. അതിൽ ആ കെമിക്കൽ റിയാക്ഷൻ നടക്കാൻ നമ്മുടെ ഹെൽപ്പ് വേണ്ട. നമ്മുടെ ഹെൽപ്പ് വേണ്ടാത്തത് കൊണ്ടാണ് എന്തെന്ന് പറഞ്ഞേക്കുന്നത്? സ്പോണ്ടേനിയസ് റിഡോക്സ് റിയാക്ഷൻ. കാരണം എന്താ? നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ റിഡക്ഷനും ഓക്സിഡേഷനും. റിഡക്ഷനെ ഓക്സിഡേഷനും കൂടെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണെന്ത്? റിഡോക്സ് റിയാക്ഷൻ. അതായത് സ്വന്തമായിട്ട് റിഡോക്സ് റിയാക്ഷൻ നടന്ന്, അതായത് സ്വന്തമായിട്ട് നടക്കുന്നതിനാണ് സ്പോണ്ടേനിയസ് എന്ന് വിളിക്കുന്നത്, സ്വന്തമായിട്ട് നടക്കാത്തതിനെയാണ് നോൺ സ്പോണ്ടേനിയസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ സ്വന്തമായിട്ട് കെമിക്കൽ റിയാക്ഷൻ നടന്നു. എപ്പോഴും നിങ്ങൾ ആലോചിച്ചോളാം, അതാ മഴ പെയ്യുന്നു. മഴ പെയ്യും. നമുക്ക് പ്രകൃതിയിൽ രണ്ട് ടൈപ്പ് റിയാക്ഷൻസ് ആണ്, സ്പോണ്ടേനിയസും നോൺ സ്പോണ്ടേനിയസും. സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയിലല്ല, മൊത്തത്തിൽ. സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഹെൽപ്പ് ഇല്ലാതെ സ്വന്തമായിട്ട് നടക്കുന്ന പ്രോസസ്സുകളാണ് സ്പോണ്ടേനിയസ്. ആരുടെയും ഹെൽപ്പ് വേണ്ട, സ്വന്തമായിട്ട് അങ്ങ് നടന്നോളും. മഴ പെയ്യുന്നു, മുകളിൽ നിന്ന് താഴോട്ട് വെള്ളം വീഴുന്നു, ഇതെല്ലാം സ്പോണ്ടേനിയസ് ആണ്. പ്രകൃതിയിൽ നടക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ പ്രോസസ്സും സ്പോണ്ടേനിയസ് ആണ്. എന്നാൽ നോൺ സ്പോണ്ടേനിയസ്, താഴെ നിന്ന് വെള്ളം മുകളിലോട്ട് പോകുന്നു, അതിന് നമ്മുടെ ഹെൽപ്പ് വേണം. നമ്മൾ ഒരു എക്സ്റ്റേണൽ ഏജൻസി കൊടുത്ത് താഴെ നിന്ന് വെള്ളത്തെ മുകളിൽ എത്തിക്കണം. പക്ഷെ മുകളിൽ നിന്ന് വരാൻ എളുപ്പമാണ്, ഒരാളുടെ ഹെൽപ്പ് വേണ്ട. ശരിയല്ലേ? അപ്പോൾ പ്രകൃതിയിൽ നടക്കുന്ന, ഇപ്പം ഐസ് ഉരുകുന്നു, നമ്മുടെ ഹെൽപ്പ് വേണോ? വേണ്ട. പിന്നെ വെള്ളം വേപ്പറൈസ് ചെയ്തു, നമ്മുടെ ഹെൽപ്പ് വേണോ? വേണ്ട. തിളപ്പിക്കാനാണ് നമ്മുടെ ഹെൽപ്പ് വേണ്ടത്. ചൂടാക്കണമെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കണം. വേപ്പറൈസ് ചെയ്യുന്നത് സ്വന്തമായിട്ട് വേപ്പറൈസ് ചെയ്തോളൂ. അതുകൊണ്ടല്ലേ നമ്മുടെ ഫിഷ് ടാങ്കിലെ വെള്ളമൊക്കെ കുറയുന്നത്. നമ്മൾ കുറച്ച് നേരം വെള്ളം എടുത്ത് വെച്ച് നോക്കുക, വെള്ളത്തിന് അങ്ങോട്ട് കുറയും. അത് മീൻ കുടിക്കുന്നതൊന്നുമല്ല, വേപ്പറൈസ് ചെയ്ത് പോകുന്നതാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത് സ്പോണ്ടേനിയസ് എന്ന് വിളിക്കാൻ കാണുന്നതെന്ന് അറിയാമോടാ? ഈ ഗാൽവാനിക് സെല്ലിൽ നടക്കുന്നത് കെമിക്കൽ റിയാക്ഷൻസ് നടന്ന്, കെമിക്കൽ റിയാക്ഷൻ ഏതൊക്കെയാ? റിഡക്ഷനും ഓക്സിഡേഷനും, രണ്ടും കൂടെ ചേർത്ത് വിളിക്കുന്ന പേര് റിഡോക്സ് റിയാക്ഷൻ. അപ്പൊ റിഡോക്സ് റിയാക്ഷൻ നടന്ന് അതിന്റെ ഫലമായിട്ട് കിട്ടുന്ന എനർജിയെ എന്താക്കി കൺവേർട്ട് ചെയ്യുന്നു? ഇലക്ട്രിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്യുന്നു. ഇതാണ് എവിടെ നടക്കുന്നത്? ഗാൽവാനിക് സെല്ലിൽ നടക്കുന്നത്. കിട്ടുന്ന എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? ഇനി ഈ നടക്കുന്ന റിയാക്ഷൻസ് ഒരാളുടെയും ഹെൽപ്പ് ഇല്ലാതെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ റിയാക്ഷനെ നിങ്ങൾ സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്പോണ്ടേനിയസ് റിയാക്ഷൻ നടന്ന് അതിൻ്റെ ഫലമായിട്ട് കിട്ടുന്ന എനർജിയെ എന്താക്കി കൺവേർട്ട് ചെയ്യുന്നു? ഇലക്ട്രിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്യുന്നു. എക്സാമ്പിൾസ് ആണ് നമ്മുടെ ബാറ്ററീസ്, ഫ്യൂവൽ സെല്ല് എല്ലാം. ഇതെല്ലാം ഗാൽവനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടായിക് സെല്ലിന് എക്സാമ്പിൾ ആണ്. ഏതാ? ബാറ്ററീസ്, ഫ്യൂവൽ സെല്ല് തുടങ്ങിയ സാധനങ്ങൾ. ഓക്കെ, രണ്ടാമത്തത് ഇലക്ട്രോളിറ്റിക് സെല്ലാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യൂസ് എക്സ്റ്റേണൽ പവർ. അതായത് നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുത്താലേ അവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കും. നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുത്തില്ലെങ്കിൽ അവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കില്ല. ദാറ്റ് മീൻസ് നമ്മുടെ ഹെൽപ്പ് വേണം. അതുകൊണ്ടാണ് ഇതിനെ നോൺ സ്പോണ്ടേനിയസ് എന്ന് വിളിക്കുന്നത്. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇലക്ട്രിസിറ്റി കൊടുത്ത് അവിടെ റിയാക്ഷൻ ചെയ്യിപ്പിക്കുന്നു. അല്ലാതെ റിയാക്ഷൻ സ്വന്തമായിട്ട് നടക്കത്തില്ല, നമ്മൾ ചെയ്യിപ്പിക്കണം. ചെയ്യിപ്പിക്കുന്നതുകൊണ്ടാണ് എന്തെന്ന് വിളിക്കുന്നത്? നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ. ഇവിടെ നമ്മുടെ ഹെൽപ്പ് ഇല്ലാതെ നടക്കുന്നതുകൊണ്ടാണ് സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്ന് പറഞ്ഞേക്കുന്നത്. കേട്ടോ? ഓക്കെ, അപ്പൊ ഇലക്ട്രിസിറ്റി കൊടുത്ത് കെമിക്കൽ റിയാക്ഷൻ ചെയ്തെടുക്കുന്നു. ഓക്കെ, എക്സാമ്പിൾ ഇലക്ട്രോപ്ലേറ്റിംഗ്. നമ്മൾ പറയില്ല ഗോൾഡ് ഒക്കെ പൂശുക, വെള്ളി പൂശുക എന്നൊക്കെ നമ്മൾ പറയില്ല, അതിനാണ് പ്ലേറ്റിംഗ്. ഇലക്ട്രോപ്ലേറ്റിംഗ്, റീചാർജിങ് ഓഫ് ബാറ്ററീസ്, ബാറ്ററീസ് റീചാർജ് ചെയ്യുന്നത്, ഇതെല്ലാം ഇലക്ട്രോളിറ്റിക് സെല്ലുകളാണ്. രണ്ട് ടൈപ്പ് സെല്ലും ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി ഇതിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ രണ്ട് സെല്ലുകളെ ഒന്ന് ക്ലാസിഫൈ ചെയ്യാമേ. പേജ് ഒന്നും ഡിലീറ്റ് ചെയ്തില്ല, അല്ലെങ്കിൽ എനിക്ക് പേജ് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം ഞാൻ ഒന്ന്, എന്താണ് ഗാൽവനിക് സെൽ? എന്താണ് ഇലക്ട്രോളിറ്റിക് സെൽ?
ഗാൽവണിക് സെല്ലും ഇലക്ട്രോലൈറ്റിക് സെല്ലും. രണ്ടും ഞാനൊന്ന് കമ്പയർ ചെയ്യാൻ പോകും. ഗാൽവണിക് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സെൽ വിച്ച് കൺവേർട്ട് കെമിക്കൽ എനർജി, റിയാക്ഷൻ നടന്ന് കിട്ടുന്ന കെമിക്കൽ എനർജി എന്താക്കി കൺവേർട്ട് ചെയ്യുന്നു? ഇലക്ട്രിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്യുന്നു. ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കാൻ നമ്മുടെ ഹെൽപ്പ് വേണ്ട, അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. അത് നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടും. രണ്ടാമത് ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ നമ്മൾ ഇലക്ട്രിസിറ്റി അങ്ങോട്ട് കൊടുക്കുമ്പോൾ അവർ നോൺ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ, കാരണം ഈ റിയാക്ഷൻ നടക്കാത്തതുകൊണ്ടാണ് നോൺ സ്പോണ്ടേനിയസ് എന്ന് വിളിക്കുന്നത്. പക്ഷേ ഇലക്ട്രിസിറ്റി കൊടുത്ത് നമ്മളത് ചെയ്യിപ്പിക്കും. ഓക്കെ, അതായത് ഇവിടെ ഇലക്ട്രിസിറ്റി നമുക്ക് ഇങ്ങോട്ട് കിട്ടുമ്പോൾ അവിടെ ഇലക്ട്രിസിറ്റി നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. ഇവിടെ കെമിക്കൽ റിയാക്ഷൻ അവർ ചെയ്യുമ്പോൾ അവിടെ കെമിക്കൽ റിയാക്ഷൻ നമ്മൾ ചെയ്യിപ്പിക്കണം. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ഇനി ഗാൽവണിക് സെല്ലിൽ നമുക്ക് എപ്പോഴും 2 ബീക്കറാണ് വരുന്നത് കേട്ടോടാ. 2 ബീക്കർ ഉണ്ട് നമുക്ക് ഗാൽവണിക് സെല്ലിൽ. ഓക്കെ, എന്നാൽ ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ നമുക്ക് ഒറ്റ ബീക്കറേ ഉള്ളൂ. ഗാൽവണിക് സെല്ലിൽ 2 ബീക്കറും ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ ഒറ്റ ബീക്കറേ ഉള്ളൂ. ഈ ഗാൽവണിക് സെല്ലിൽ 2 ബീക്കറിലായിട്ട് 2 മെറ്റൽ റോഡുകളുണ്ട്. മെറ്റൽ റോഡുകളെയാണ് നിങ്ങൾ ഇലക്ട്രോഡുകൾ എന്ന് വിളിക്കുന്നത് കേട്ടോ. 2 മെറ്റൽ, അതും 2 ഡിഫറൻറ്റ് മെറ്റൽ ആയിരിക്കണം. ഇത് എക്സ്, ഇത് വൈ, 2 ഡിഫറൻറ്റ് മെറ്റൽ ആയിരിക്കണം. എന്നാൽ ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ നമുക്ക് 2 മെറ്റലും ഒരു ബീക്കറിൽ തന്നെയാണ്. അത് സെയിം ആകാം, ഡിഫറൻറ്റ് മെറ്റൽ ആകാം, കണ്ടീഷൻ ഒന്നുമില്ല. ഇവിടെ ഡിഫറൻറ്റ് ആയിരിക്കണമെന്ന് കണ്ടീഷൻ ഉണ്ട്, പക്ഷെ അവിടെ ഡിഫറൻറ്റ് ആകാം, സെയിം ആകാം. ഇനി ഈ എക്സ് എന്ന് പറയുന്ന മെറ്റൽ മുക്കി വെച്ചിരിക്കുന്നത് അതിൻ്റെ തന്നെ സാൾട്ട് സൊല്യൂഷനിലായിരിക്കണം. സാൾട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ അയോൺസ് ഈ സൊല്യൂഷനിലുണ്ട്. അയോൺസും കൂടെ വരാൻ വേണ്ടിയിട്ട് അതിൻ്റെ തന്നെ സാൾട്ട് സൊല്യൂഷൻ മുക്കി വെക്കുന്നത്. വൈ എടുക്കുന്നത് വൈയുടെ, അല്ലെങ്കിൽ വൈ മുക്കി വെക്കുന്നത് വൈയുടെ സാൾട്ട് സൊല്യൂഷനിൽ. ഈ സാൾട്ട് സൊല്യൂഷനകത്ത് വൈയുടെ എന്തുണ്ട്? അയോൺസ് ഉണ്ട്. സോ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ തന്നെ മുക്കി വെച്ചേക്കും. എന്നാൽ ഇതിനകത്തും നമ്മൾ സൊല്യൂഷനിലാണ് മുക്കി വെച്ചേക്കുന്നത് കേട്ടോ. സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോലൈറ്റ്. ഓക്കെ, ഇനി ഈ 2 മെറ്റലും കൂടെ ചൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട്. നിങ്ങൾ എക്സ് വൈ എന്ന 2 ഡിഫറൻറ്റ് മെറ്റൽ എടുക്കുമ്പോൾ ആർക്കാണോ റിയാക്ടിവിറ്റി കൂടുതൽ അയാളെ വേണം ലെഫ്റ്റ് സൈഡിൽ എടുക്കാൻ. സോ റിയാക്ടിവിറ്റി കൂടിയ ആളെയാണ് നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ എടുക്കുന്നത്. റിയാക്ടിവിറ്റി കുറഞ്ഞ ആളെയാണ് നിങ്ങൾ ഏത് സൈഡിൽ എടുക്കുന്നത്? റൈറ്റ് സൈഡിൽ എടുക്കുന്നത്. അങ്ങനെ എടുക്കാവൂ, എടുത്താലേ ഗാൽവണിക് സെല്ല് വർക്ക് ചെയ്യും. ഇവിടെ 2 ഒരിടത്തായതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എപ്പോഴും റിയാക്ടിവിറ്റി കൂടിയ ആളെ തന്നെ എടുക്കണം. ഇനി ഈ 2 ഇലക്ട്രോഡുകളെയും എക്സ്റ്റേണലി ഒരു പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യുന്ന ഡിവൈസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെ? എക്സ്റ്റേണലി ഒരു പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യുന്ന ഡിവൈസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇന്റേണലി ഇവിടെ 2 നമ്മൾ സാൾട്ട് ബ്രിഡ്ജുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇന്റേണലി ഇതൊക്കെ എന്താണെന്ന് പറയാം കേട്ടോ. എന്തുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നത്? സാൾട്ട് ബ്രിഡ്ജ്. ഓക്കെ, ഇനി ഈ പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യുന്ന ഡിവൈസിന് 2 എൻഡ് ഉണ്ട്. ഒരു എൻഡ് നെഗറ്റീവും ഒരു എൻഡ് പോസിറ്റീവ്. എപ്പോഴും നെഗറ്റീവ് എൻഡ് ലെഫ്റ്റ് സൈഡ്, അതുകൊണ്ട് ഈ ഇലക്ട്രോഡിനെ വിളിക്കുന്ന പേര് നെഗറ്റീവ് ഇലക്ട്രോഡ്. പോസിറ്റീവ് എൻഡ് റൈറ്റ് സൈഡ്, അതുകൊണ്ട് ഈ ഇലക്ട്രോഡിനെ വിളിക്കുന്ന പേര് പോസിറ്റീവ് ഇലക്ട്രോഡ്. നെഗറ്റീവ് ഇലക്ട്രോഡും പോസിറ്റീവ് ഇലക്ട്രോഡും. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ എപ്പോഴും നെഗറ്റീവ് ആണ്, റൈറ്റ് സൈഡിൽ എപ്പോഴും പോസിറ്റീവ് ആണ്. റിയാക്ടിവിറ്റി കൂടിയ ആൾ ലെഫ്റ്റ് സൈഡിലാണ്. ആ ഇലക്ട്രോഡിനെ നിങ്ങൾ വിളിക്കുന്ന പേര് ആനോഡ്. ഇതിനെ നിങ്ങൾ വിളിക്കുന്ന പേര് കാഥോഡ്. ഓക്കെ, ആനോഡിന്റെ ചാർജ് നെഗറ്റീവും കാഥോഡിന്റെ ചാർജ് പോസിറ്റീവും. എന്നാൽ ഇവിടെ നമ്മളൊരു ഇലക്ട്രിസിറ്റി കൊടുക്കാൻ വേണ്ടി ഒരു ഡിവൈസ് വെക്കുന്നുണ്ട്. ഇലക്ട്രിസിറ്റി കൊണ്ട് ഇവിടെ ആനോഡ്, ഇത് കാഥോഡ്. പക്ഷെ പ്രശ്നം ഇവിടെ ആനോഡിന്റെ ചാർജ് എന്തായിരുന്നു? നെഗറ്റീവ് അല്ലേ. പക്ഷെ ഇവിടെ ആനോഡിന്റെ ചാർജ് പോസിറ്റീവാണ്, കാഥോഡിന്റെ ചാർജ് നെഗറ്റീവ്. ആനോഡിന്റെ ചാർജ് പോസിറ്റീവും കാഥോഡിന്റെ ചാർജ് നെഗറ്റീവും. ഇവിടത്തിനെക്കാട്ടി ഓപ്പോസിറ്റ് അപ്പുറം. ഇവിടെ ആനോഡ് നെഗറ്റീവും കാഥോഡ് പോസിറ്റീവും. ഇവിടെ ആനോഡ് പോസിറ്റീവും കാഥോഡ് നെഗറ്റീവും. റിയാക്ടിവിറ്റി കൂടിയ ലെഫ്റ്റ് സൈഡ് 2 ബീക്കർ ഉണ്ട്, റൈറ്റ് സൈഡിൽ റിയാക്ടിവിറ്റി കുറഞ്ഞ ആൾ. ഇവിടെ രണ്ടും ഒരു ബീക്കറിൽ തന്നെ. ഇനി ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന ആൾക്കാണ് റിയാക്ടിവിറ്റി കൂടുതൽ. റിയാക്ടിവിറ്റി കൂടിയ ആൾ ആദ്യം തൻ്റെ ഇലക്ട്രോണിനെ ലോസ് ചെയ്യും. കാരണം 2 നമ്മൾ എടുത്തേക്കുന്ന മെറ്റൽസ് ആണ്. മെറ്റൽസിന് ആകപ്പാടെ ഒരു ടെൻഡൻസി ഉള്ളൂ, ഇലക്ട്രോണിനെ കളയുക. അല്ലാതെ മെറ്റൽസിന് വേറെ ഒരു ടെൻഡൻസിയും ഇല്ല, ഇലക്ട്രോണിനെ കളയുക.
സോ ഈ രണ്ട് മെറ്റൽസും കൂടെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ റിയാക്ടിവിറ്റി കൂടിയ ആൾ എക്സ് ആണ്. സോ എക്സ് ആയിരിക്കും ആദ്യം തൻ്റെ ഇലക്ട്രോണിനെ കളയുന്നത്. കാരണം എക്സിനുള്ള എക്സും വൈയും രണ്ടും മെറ്റൽസ് ആണ്. രണ്ടു പേർക്കും ഇലക്ട്രോണിനെ കളയാനുള്ള ടെൻഡൻസിയാണ്. പക്ഷേ നമുക്ക് നടക്കേണ്ടത് റിഡോക്സ് റിയാക്ഷനാണ്. എന്തോ റിഡോക്സ് റിയാക്ഷൻ? ഒന്ന് ഓക്സിഡേഷനും ഒന്നെന്തുവാ റിഡക്ഷനും. രണ്ടുപേരും മെറ്റൽസാണ്, രണ്ടുപേരും ഓക്സിഡേഷൻ ഇലക്ട്രോണെ കളയാനേ നോക്കത്തുള്ളൂ. പക്ഷെ ഒരാൾ ഇലക്ട്രോണെ കളയുകയും ഒരാൾ ഇലക്ട്രോണെ മേടിക്കുകയും ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ് റിയാക്ടിവിറ്റി കൂടിയ ആൾ എടുക്കുന്നത്, വേറൊന്നുമല്ല. ആ സൈഡിൽ അയാൾ ആദ്യം ഇലക്ട്രോണിനെ ലോസ് ചെയ്യും. ഇലക്ട്രോണിനെ ലോസ് ചെയ്താൽ നടക്കുന്ന പ്രോസസ്സ് ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ സംഭവിക്കും. സോ ആനോട് ഓക്സിഡേഷൻ. ആ ഇലക്ട്രോൺ ഉണ്ടാകുന്ന ഇലക്ട്രോൺ പോസിറ്റീവ് സൈഡിലോട്ട് മൂവ് ചെയ്യും. കാരണം എന്താ? ഇത് നെഗറ്റീവ് ആണ്, പോസിറ്റീവ് സൈഡിലോട്ട് മൂവ് ചെയ്യും. മൂവ് ചെയ്യുന്നത് ഇലക്ട്രോൺ ഫ്ലോ മൂവ് ചെയ്യുന്നത് എവിടുന്ന? ആനോഡിൽ നിന്ന് കാഥോഡിലോട്ടാണ്. ആനോഡിൽ നിന്ന് കാഥോഡിലോട്ട്, അല്ലെങ്കിൽ നമുക്ക് പറയാം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് ഇലക്ട്രോണിന്റെ ഫ്ലോ വരുന്നത്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട്, അല്ലെങ്കിൽ നെഗറ്റീവ് ഇലക്ട്രോഡിൽ നിന്ന് ഏത് ഇലക്ട്രോഡിലോട്ട്? പോസിറ്റീവ് ഇലക്ട്രോഡിലോട്ടാണ് ഇലക്ട്രോണിന്റെ ഫ്ലോ വരുന്നത് ത്രൂ എക്സ്റ്റേണൽ സർക്യൂട്ട്. എക്സ്റ്റേണൽ സർക്യൂട്ട് ഇതുവഴിയല്ല, ഇതുവഴി ഇലക്ട്രോൺസ് അവിടെ ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ ഈ മെറ്റലും ഇലക്ട്രോണിനെ കളയാൻ റെഡി ആയിട്ട് നിൽക്കുക. പക്ഷെ ഇലക്ട്രോൺ വന്നതുകൊണ്ട് ആ ഇലക്ട്രോണിനെ ആരെങ്കിലും വേടിച്ചേ പറ്റൂ. പക്ഷെ ഇവിടെ ഇരിക്കുന്ന മെറ്റൽ വൈ, അത് ഇലക്ട്രോണിനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ വൈക്ക് ഒരു നെഗറ്റീവ് ചാർജ് വരും. ഒരിക്കലും മെറ്റലിന് എന്ത് ചാർജ് വരത്തില്ല? നെഗറ്റീവ് ചാർജ് വരത്തില്ല. അപ്പം വൈ ഒരിക്കലും ഇലക്ട്രോണിനെ വേടിക്കില്ല, വൈക്ക് വേടിക്കാൻ പറ്റത്തുമില്ല. പിന്നെ ആരാ വേടിക്കുന്നത് അറിയാമോ? എന്തായാലും വന്നല്ലേ പറ്റൂ, വേടിച്ചല്ലേ പറ്റൂ. വേടിക്കുന്നത് വൈയുടെ അയോൺസ് ഇവിടെ കിടപ്പുണ്ട്, മെറ്റലിന്റെ അയോൺസ്. ആ അയോൺസ്, അപ്പം വൈയുടെ ചാർജ് പ്ലസ് ആണെന്ന് വിചാരിക്കുക, അതോടെ ഇലക്ട്രോണിനെ വാങ്ങിച്ച് എന്തായിട്ട് മാറും? വൈ ആയിട്ട് മാറും, മെറ്റലായിട്ട് മാറും. അത് പോസിബിളാണ്. കാരണം മെറ്റൽസിന് സീറോയോ പോസിറ്റീവോ ഈ രണ്ട് ചാർജേ വരാൻ പാടുള്ളൂ, നെഗറ്റീവ് വരാൻ പാടില്ല. ഈ മെറ്റലാണ്, ഈ എടുത്തേക്കുന്ന മെറ്റലാണ് ഇലക്ട്രോണിനെ വാങ്ങിക്കുന്നതെങ്കിൽ മെറ്റലിന് നെഗറ്റീവ് വരും. അതൊരിക്കലും പോസിബിൾ അല്ല. മെറ്റലിന് പോസിറ്റീവോ സീറോയോ വരാവും. പക്ഷേ ഈ അയോൺ ആണ് മേടിക്കുന്നതെങ്കിൽ അയോണിന്റെ ചാർജ് പോസിറ്റീവാണ്, അത് ഇലക്ട്രോണിനെ മേടിക്കുമ്പോൾ ആ പോസിറ്റീവ് ചാർജ് ഇല്ലാണ്ടായി സീറോ വരും. അത് ഓക്കെ. അപ്പം ഇവിടെ ഇലക്ട്രോണിനെ കളയുന്നത് മെറ്റൽ ആണെങ്കിൽ ഇവിടെ ഇലക്ട്രോണിനെ മേടിക്കുന്നത് മെറ്റൽ അല്ല, മെറ്റലിന്റെ അയോൺ ആണ്, സൊല്യൂഷനിൽ കിടക്കുന്ന മെറ്റലിന്റെ അയോൺ. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഇലക്ട്രോണിന്റെ ഫ്ലോ വരുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട്, ആനോഡിൽ നിന്ന് കാഥോഡിലോട്ട്, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ട്. ഇലക്ട്രോൺ ഫ്ലോയോ കറണ്ട് ഫ്ലോയോ എങ്ങോട്ടാണോ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യും. എവിടെന്നാ? കാഥോഡിൽ നിന്ന് ആനോഡിലോട്ട്, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട്. ഇതാണ് കറണ്ടിന്റെ ഫ്ലോ. സോ ഇലക്ട്രോണിന്റെ ഫ്ലോയും കറണ്ടിന്റെ ഫ്ലോയും ക്ലിയർ ആയും വിശ്വസിക്കും. ഓക്കെ ആണേ? ഇനി ഒരു കാര്യം പറയാനുള്ളതാ, നമ്മളുടെ ഈ റോഡിനാണേ, വേറെ കളർ എടുക്കട്ടെ, ഈ റോഡിനാണ് എന്ത് സംഭവിക്കുന്നത്? ഓക്സിഡേഷൻ സംഭവിക്കുന്നത്. അപ്പൊ ഈ റോഡിലുള്ള അയോൺസ്, റോഡിലുള്ള മെറ്റൽസ് ഓക്സിഡേഷൻ നടന്ന് അയോൺസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. അയോൺസ് പിന്നെ ഇവിടെ ഇരിക്കത്തില്ല, ഇവിടെ ഇരിക്കുന്നത് മെറ്റലാണ്. അയോൺസ് ഇരിക്കുന്ന സാൾട്ട് സൊല്യൂഷനിൽ. അപ്പൊ ഇവിടുന്ന് നമ്മുടെ ആനോഡിലെ മെറ്റല് ഓക്സിഡേഷൻ നടന്ന് ഇലക്ട്രോണിനെ കളഞ്ഞ് അയോണായിട്ട് വെള്ളത്തിൽ വന്ന് വീണുകൊണ്ടിരിക്കും. കാരണം അയോൺസ് ഇരിക്കുന്ന വെള്ളത്തിലാണ്, വെള്ളത്തിൽ വന്ന് വീണു. വെള്ളത്തിൽ മീൻസ് സാൾട്ട് സൊല്യൂഷൻ. അതിനാണ് അതിന്റെ തന്നെ സാൾട്ട് സൊല്യൂഷൻ എടുക്കുന്നത്. കാരണം ഇവിടെ ഉണ്ടാകുന്ന അയോൺസിന് ഇരിക്കാൻ ഒരു സ്ഥലം വേണ്ടേ? അയോൺസ് ഈ റോഡിൽ ഇരിക്കത്തില്ല, റോഡിൽ ഇരിക്കുന്ന മെറ്റൽ മാത്രം, അയോൺ അല്ല. സോ അയോൺ ഇരിക്കാൻ ഒരു സ്ഥലം വേണം. അതുകൊണ്ടാണ് നമ്മൾ ആ ഇലക്ട്രോഡിനെ അതിന്റെ തന്നെ സാൾട്ട് സൊല്യൂഷന് മുക്കി വെക്കുന്നത്. സോ ഇലക്ട്രോഡിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നു, ഇലക്ട്രോഡിലെ മെറ്റൽ അയോൺ ആയിട്ട് മാറുന്നു. ആ അയോൺ പിന്നെ ഇലക്ട്രോഡിൽ ഇരിക്കില്ല, അതിന് എവിടെയെങ്കിലും ഇരുന്നേ പറ്റും. അതുകൊണ്ട് സാൾട്ട് സൊല്യൂഷനുണ്ട്, സാൾട്ട് സൊല്യൂഷൻ വന്ന് വീഴുന്നു, അവിടെ കടന്നു പോകും. കുറേ റിയാക്ഷൻ കഴിയുമ്പോൾ ഈ ആനോഡ് അങ്ങ് തീരും. ഒരു 100 എണ്ണമാണ് ആനോഡ് എടുത്തതെന്ന് വിചാരിക്കുക, 100 എണ്ണവും തീർന്നു. പിന്നെ ഇലക്ട്രോൺ അങ്ങോട്ട് പോകത്തില്ല. ഇലക്ട്രോൺ പോയാലേ കറണ്ട് ഇങ്ങോട്ട് വരുത്തുള്ളൂ. സോ ഇലക്ട്രോണിന്റെ ഫ്ലോ നിന്നു, കറണ്ടിന്റെ ഫ്ലോ നിന്നു, ഗാൽവാനിക് സെല്ല് ചത്തു. പിന്നെ പുതിയ ഗാൽവാനിക് സെല്ലിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പൊ ആനോട് തീർന്നു പോയാൽ ഗാൽവാനിക് സെല്ല് തീർന്നു, ചത്തു. പക്ഷെ ആനോട് തീർന്നു പോയാൽ വേണം, ആനോഡിന്റെ താഴെ നമ്മൾ ഈ മെറ്റലർജി എന്ന് പറയുന്നത്, മെറ്റൽസ് ഒന്നും പ്യുവർ അല്ല, അത് ഞാൻ ആദ്യമേ പറയാം. മെറ്റൽസ് ഇംപ്യുവർ ആണ്. പ്യുവർ ആയിട്ട് നമുക്ക് കുഴിച്ചെടുക്കാൻ പറ്റുന്ന ഗോൾഡ്, സിൽവർ തുടങ്ങിയ ആൾക്കാർ മാത്രം. ബാക്കിയുള്ള ഓൾമോസ്റ്റ് എല്ലാവരും ആരെങ്കിലുമായിട്ട് റിയാക്ട് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇവരെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്, പ്യൂരിഫൈ ചെയ്ത് സെപ്പറേറ്റ് ചെയ്യുന്നത്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നൊരു ടെക്നിക്കുണ്ട്. ആ ടെക്നിക്കാണ് മെറ്റലർജി. അവിടെ നമ്മൾ എത്ര പ്യൂരിഫൈ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും മെറ്റൽസിനകത്ത് ഇമ്പ്യൂരിറ്റീസ് കാണും.
അപ്പം നമ്മളിവിടെ എടുക്കുന്ന മെറ്റൽ എക്സ് മാത്രമായിരിക്കത്തില്ല അതിനകത്ത്, എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് അതിനകത്ത് കാണും. 100% പ്യുവർ ആയിട്ടുള്ള മെറ്റൽ ഇല്ല, എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് അതിനകത്ത് കാണും. അപ്പം ആ ഇമ്പ്യൂരിറ്റി മാത്രം ഓക്സിഡേഷൻ തരത്തില്ല, അതിങ്ങനെ നമ്മുടെ എക്സ് പോകുന്നതിനനുസരിച്ച് താഴോട്ട് പൊടിഞ്ഞു വീണുകൊണ്ടിരിക്കും. അപ്പം ഏറ്റവും അവസാനം ആനോട് തീരുമ്പോൾ ആനോഡിന്റെ താഴെ ഇങ്ങനൊരു സാധനം കിടക്കും. ഇതിനെ വിളിക്കുന്ന പേര് ആനോഡ് മഡ്. ആനോഡിൽ ഉള്ള ഇമ്പ്യൂരിറ്റീസ് താഴെ വന്ന് വീഴുന്നത്. ഇപ്പുറത്തെ സൈഡിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ഇലക്ട്രോണിനെ നമ്മുടെ മെറ്റൽ അല്ല വാങ്ങിക്കുന്നത്. മെറ്റലിന് ഇലക്ട്രോൺസിനെ വാങ്ങിക്കാൻ പറ്റില്ല. വാങ്ങിച്ചാൽ മെറ്റലിന് നെഗറ്റീവ് ചാർജ് വരും. ഒരിക്കലും മെറ്റൽസിന് നെഗറ്റീവ് ചാർജ് വരില്ല. സോ മെറ്റൽ ഇലക്ട്രോണെ മേടിക്കില്ല. പകരം സാൾട്ട് സൊല്യൂഷനിൽ കിടക്കുന്ന മെറ്റൽസിന്റെ അയോൺ ആയിരിക്കും ഇലക്ട്രോണിനെ മേടിച്ചിട്ട് മെറ്റലായിട്ട് മാറും. മെറ്റൽസ് പിന്നെ ഈ സൊല്യൂഷനിൽ ഇരിക്കില്ല. ഈ സൊല്യൂഷനിൽ ഇരിക്കുന്ന മെറ്റലിന്റെ അയോൺസ് ആണ്. മെറ്റൽ ഇരിക്കുന്നത് മെറ്റലിന്റെ ഇലക്ട്രോഡിലാണ്. അപ്പൊ ഇവിടുന്ന് മെറ്റലിന്റെ അയോൺ ഇവിടുന്ന് വരുന്ന ഇലക്ട്രോണിനെ വാങ്ങിച്ചിട്ട് മെറ്റലായിട്ട് ഇവിടെ പോയി പറ്റിപ്പിടിക്കും. ഇങ്ങനെ പറ്റിപ്പിടിക്കും. സോ സംഭവിക്കുന്നത് ആനോട് തീരുകയും കാതോട് കൂടുകയും ചെയ്യും. ഒരു ഗാൽവനിക് സെല്ല് വർക്ക്, നിങ്ങളുടെ ബാറ്ററീസ് ഒക്കെ ഇല്ലേ, ബാറ്ററി ചത്താൽ അതിനകത്ത് ആനോഡില്ല, കാതോട് മാത്രമേ ഉള്ളൂ. നേരത്തിനെക്കാട്ടിയും വലുതായിരിക്കും കാതോട് ഡെപ്പോസിഷൻ കൂടും. ഇതാണ് നമ്മളുടെ ഗാൽവനിക് സെൽ. ഇത്രയാണ് ഗാൽവനിക് സെല്ലിന്റെ കേസിൽ എനിക്ക് പറയാനുള്ളത്. 2 ബീക്കറുണ്ട്, 2 മെറ്റൽ റോഡുണ്ട്. 2 മെറ്റൽ റോഡിനെയും അതിൻ്റെ തന്നെ സാൾട്ട് സൊല്യൂഷനിൽ മുക്കി വെക്കണം, എങ്കിലേ വന്ന് വീടുമ്പോൾ അവിടെ ഇരിക്കാൻ പറ്റും. അതിൻ്റെ തന്നെ സാൾട്ട് സൊല്യൂഷനിൽ മുക്കി വെക്കണം. 2നെയും എക്സ്റ്റേണലി ഒരു പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യുന്ന ഡിവൈസുമായിട്ട്, ഇന്റേണലി സാൾട്ട് ബ്രിഡ്ജുമായിട്ട്. പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യുന്ന ഡിവൈസിന് 2 ഉണ്ട്, നെഗറ്റീവും പോസിറ്റീവും. അതിൽ നെഗറ്റീവ് ലെഫ്റ്റ് സൈഡ്, പോസിറ്റീവ് റൈറ്റ് സൈഡ്. നെഗറ്റീവുമായിട്ട് കണക്ട് ചെയ്തേക്കുന്ന ഇലക്ട്രോഡ് നെഗറ്റീവ് ഇലക്ട്രോഡ്, പോസിറ്റീവുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇലക്ട്രോഡ് പോസിറ്റീവ് ഇലക്ട്രോഡ്. 2 മെറ്റലാണ്. അതിൽ റിയാക്ടിവിറ്റി കൂടിയാണ് ലെഫ്റ്റ് സൈഡ്, റിയാക്ടിവിറ്റി കുറഞ്ഞാണ് റൈറ്റ് സൈഡ്. ലെഫ്റ്റ് സൈഡ് ആനോട്, റൈറ്റ് സൈഡ് കാതോട്. ഇവിടെയാണ് ആദ്യം ഇലക്ട്രോണെ ലോസ് ചെയ്യുന്നത്, റിയാക്ടിവിറ്റി കൂടുതലാണ്. അത് എക്സ്റ്റേണൽ സർക്യൂട്ട് വഴി കാതോടിലെത്തും. അവിടെ നിന്ന് മെറ്റലിന്റെ സാൾട്ട് സൊല്യൂഷൻ കിടക്കുന്ന അയോൺസ് ഇലക്ട്രോണിനെ വാങ്ങിക്കും. എന്നിട്ട് മെറ്റലായിട്ട് ഇലക്ട്രോണിൽ പോയി ഡെപ്പോസിറ്റ്. ഇവിടുത്തെ എമൗണ്ട് കുറയും, ഇവിടുത്തെ എമൗണ്ട് കൂടും. കുറേ നാൾ കഴിയുമ്പോൾ ആനോട് തീരും, ആനോട് മഡ് മാത്രമാവും ഇമ്പ്യൂരിറ്റീസ്. ഇവിടെ കാതോട് കൂടുകയും ചെയ്യും. ഇലക്ട്രോണിന്റെ ഫ്ലോ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട്, ആനോഡിൽ നിന്ന് കാതോഡിലോട്ട്, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ട്. കറണ്ടിന്റെ ഫ്ലോ കാതോഡിൽ നിന്ന് ആനോഡിലോട്ട്, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട്, ദെൻ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട്. ക്ലിയർ ആണ്? സാൾട്ട് ബ്രിഡ്ജിന്റെ ഫംഗ്ഷൻ, ഇവിടെ നിന്ന് അങ്ങോട്ട് ഇലക്ട്രോൺ പോകുന്നുണ്ട്, അവിടെ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഇല്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഫലമായിട്ട് ഒരു ചാർജ് സെപ്പറേഷൻ അവിടെ വരും. അപ്പോൾ 2 കാര്യങ്ങളാണ് സാൾട്ട് ബ്രിഡ്ജിന്റെ ഫംഗ്ഷൻ. ഒന്ന്, ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. കാരണം ഇലക്ട്രോൺസിന്റെ ഫ്ലോയോ എന്തെങ്കിലും വഴി, അയോൺസിന്റെ ഫ്ലോ എന്തെങ്കിലും വഴി അവിടെ എന്തെങ്കിലും ന്യൂട്രാലിറ്റിക്ക് പ്രശ്നം വന്നാൽ അത് മെയിൻറ്റെയിൻ ചെയ്യും. എവിടെയാണോ ന്യൂട്രാലിറ്റിക്ക് വ്യത്യാസം വരുന്നത് അവിടെ അതിന് എന്താണോ പ്രശ്നം അത് മാറ്റി. ഇപ്പം നെഗറ്റീവാണ് കൂടുതലെങ്കിൽ പോസിറ്റീവിനെ അയച്ച് അത് ബാലൻസ് ചെയ്യും. അതാണ് സാൾട്ട് ബ്രിഡ്ജിന്റെ ഫംഗ്ഷൻ. സാൾട്ട് ബ്രിഡ്ജ് ഉണ്ടാക്കിയിരിക്കുന്ന KCl വെച്ചിട്ടാണ്. KCl 2 സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യും. സർക്യൂട്ട് കംപ്ലീറ്റ് ആയാലേ കറണ്ട് ഫ്ലോ വരത്തുള്ളൂ. കറക്റ്റ് അല്ലേ? ഓക്കെ. രണ്ടാമത്തത് ഇലക്ട്രോളിറ്റിക് സെൽ. ഒന്നുമില്ല, 2ഉം ഒരു ബീക്കറിൽ തന്നെ എടുക്കുന്ന നമ്മൾ എന്ത് ചെയ്യുന്നു, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും, കെമിക്കൽ റിയാക്ഷൻ നടന്നോളൂ. ഇതാണ് ഗാൽവനിക്കും ഇലക്ട്രോളിറ്റിക്കും. ഏകദേശം ഒരു സ്ട്രക്ചറൽ ഐഡന്റിഫിക്കേഷൻ ആണ് ഞാൻ തന്നത്, മനസ്സിലാക്കി വെച്ചേക്കോ. മൂവിങ് ഗാൽവനിക് സെല്ലിനെ പറയാം. ഗാൽവനിക് സെല്ലിനെ വിളിക്കുന്ന വേറൊരു പേര് എന്തോ, വോൾട്ടായിക് സെൽ എന്നാണ്. വോൾട്ടായിക് സെൽ നോക്കാം. സെൽസ് ദാറ്റ് കൺവേർട്സ് കെമിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി ത്രൂ സ്പോണ്ടേനിയസ് റിഡോക്സ് റിയാക്ഷൻ. എന്താ റിഡോക്സ് റിയാക്ഷൻ? ഓക്സിഡേഷൻ റിഡക്ഷൻ എന്താ സ്പോണ്ടേനിയസ് ആണ്, നമ്മളുടെ ഹെൽപ്പ് ആവശ്യമില്ല, സ്വന്തമായിട്ട് തന്നെ ഓക്സിഡേഷനും റിഡക്ഷനും നടന്ന് നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടുകയും ചെയ്യും. ഓക്കെ. ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ സ്പോണ്ടേനിയസ് ആയതുകൊണ്ടാണ് ഡെൽറ്റ ജിയുടെ വാല്യൂ എന്ത് വരുന്നത്, <0. കാരണം ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണെങ്കിൽ, സ്വന്തമായിട്ട് നടക്കുമെങ്കിൽ അവിടുത്തെ ഡെൽറ്റ ജിയുടെ വാല്യൂ എന്താണ്, നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ് കേട്ടോ. എന്നാൽ ഡെൽറ്റ ജിയുടെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ നോൺ സ്പോണ്ടേനിയസ് ആണ്. ഓക്കെ. ഡെൽറ്റ ജിയുടെ വാല്യൂ 0 ആണെങ്കിൽ റിയാക്ഷൻ ഇക്വിലിബ്രിയത്തിലാണ്. ഇവിടെ നമുക്ക് എന്തോ ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആണല്ലേ, സോ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ്. സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആണ് ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആയതുകൊണ്ട്. രണ്ടാമത്തത്
E0 സെൽ ഗ്രേറ്റർ ദാൻ 0 ആണ് സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ. അതൊക്കെ എന്താണെന്ന് ഞാൻ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് പറയാം. E0 സെൽ ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇപ്പോൾ അത് മാത്രം ആലോചിച്ചാൽ മതി. ആനോഡ് നെഗറ്റീവും കാഥോഡ് എന്തുമാണ് പോസിറ്റീവുമാണ്. നമുക്കറിയാവുന്ന കാര്യമല്ലേ. ഇത് നമുക്ക് പിന്നെ സംസാരിക്കാം. ഓക്കെ. ഇലക്ട്രോൺസ് ഫ്ലോ ഫ്രം ആനോഡ് ടു കാഥോഡ് ത്രൂ എക്സ്റ്റേണൽ സർക്യൂട്ട്. ശരിയല്ലേ. ആനോഡിൽ നിന്ന് കാഥോഡിലോട്ട്, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ട്, ലെഫ്റ്റ് ചെയ്ത് റൈറ്റിലോട്ട്. രണ്ടെണ്ണം കൂടെ ഞാൻ എക്സ്ട്രാ പറഞ്ഞു. കറണ്ട് ഫ്ലോ ചെയ്യുന്നത് കാഥോഡിൽ നിന്ന് ആനോഡിലോട്ട്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട്, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ട്. ശരിയല്ലേ. ഓക്കെ. ഇതാണ് ഗാൽവനിക് സെൽ. സ്ട്രക്ചർ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. സെൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഒരു ഗാൽവനിക് സെല്ലിനെ അല്ലെങ്കിൽ വോൾട്ടായിക് സെല്ലിനെ നമ്മൾ എങ്ങനെയാണ് ഈ പിക്ചർ വരയ്ക്കാതെ റെപ്രസെന്റ് ചെയ്യുന്നത്? കാരണം പിക്ചർ എപ്പോഴും നമുക്ക് വരയ്ക്കാൻ പറ്റത്തൊന്നുമില്ല. എങ്ങനെ നമുക്ക് പിക്ചർ വരയ്ക്കാതെ റെപ്രസെന്റ് ചെയ്യാം? അത് നിങ്ങൾക്കറിയാം. എന്താ ലെഫ്റ്റ് സൈഡ് ഇതാണ് ഒരു ഗാൽവനിക് സെല്ല്. ഇതാണ് സാൾട്ട് ബ്രിഡ്ജ്. ഈ പോർഷൻ സാൾട്ട് ബ്രിഡ്ജിന്റെ ലെഫ്റ്റ് സൈഡിൽ ആരാ? ആനോഡ്. സാൾട്ട് ബ്രിഡ്ജിന്റെ റൈറ്റ് സൈഡിൽ ആരാ? കാഥോഡ്. സോ സാൾട്ട് ബ്രിഡ്ജ്, ആനോഡ്, കാഥോഡ്. അത് തന്നെയാണ് റെപ്രസെന്റേഷൻ. നോക്കേ, സാൾട്ട് ബ്രിഡ്ജ്. ഡബിൾ സ്ലാഷിനെയാണ് നിങ്ങൾ എന്തെന്ന് വിളിക്കുന്നത്? സാൾട്ട് ബ്രിഡ്ജ്. അതിന്റെ ലെഫ്റ്റ് സൈഡിൽ ആരാ? ആനോഡ്. കറക്റ്റ് ആണോടാ? റൈറ്റ് സൈഡിൽ ആരാ? കാഥോഡ്. ആനോഡിന്റെ ചാർജ് എന്തുവാ? നെഗറ്റീവ്. കാഥോഡിന്റെ ചാർജ് എന്തുവാ? പോസിറ്റീവ്. ഇനി എങ്ങനെയാണെന്നറിയാമോ? അതാ ഈ സിംഗിൾ വെർട്ടിക്കൽ ലൈൻ എന്ന് പറയുന്നത് ആനോഡിൽ എന്ത് പ്രോസസ്സ് നടക്കുന്നു? ആനോഡിൽ എന്തോ നടക്കുന്ന ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ നടന്ന് കിട്ടുന്ന ആളെയാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. ആ കിട്ടുന്ന ആൾ സൊല്യൂഷനിൽ പോയാൽ വീഴുന്നത്, അല്ലെ? ആനോഡിൽ ഓക്സിഡേഷൻ നടന്ന് അയോണായിട്ട് മാറി സൊല്യൂഷനിൽ പോയി വീഴുക. അതാണ് ആനോഡ് സൊല്യൂഷൻ എന്ന് എഴുതിയിരിക്കുന്നത്. കാഥോഡിൽ റിഡക്ഷൻ നടക്കുന്ന സൊല്യൂഷൻ ആണ്. അതുകൊണ്ടാണ് കാഥോഡ് സൊല്യൂഷൻ ഫസ്റ്റ് എഴുതിയേക്കുന്നത്. റിഡക്ഷൻ നടന്ന് കാഥോഡിൽ പോയി പറ്റിപ്പിടിക്കും. കാഥോഡിൽ സെക്കൻഡ് എഴുതിയേക്കുന്നത് അതുകൊണ്ടാണ്. സോ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ് സെല്ലിൻ്റെ. ഡബിൾ സ്ലാഷ്, ആനോഡ്, കാഥോഡ്. ആനോഡിൽ ആനോഡ് ആദ്യം എഴുതുക, പിന്നെ ആനോഡിൻ്റെ അയോൺ. കാഥോഡിൻ്റെ അയോൺ എഴുതുക, കാഥോഡ് എഴുതുക. ഇടയ്ക്കുള്ള സിംഗിൾ ലൈൻ കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ള മീനിങ് ആണ്. ഇതാ സിംഗിൾ വെർട്ടിക്കൽ ലൈൻ റെപ്രസെൻറ്റ് ഫേസ് ബൗണ്ടറി. രണ്ടുപേർക്കിടയിലെ ബൗണ്ടറിയാണ്. ഇന്നാളായിട്ട് മാറുന്നു. ഡബിൾ വെർട്ടിക്കൽ ലൈൻ റെപ്രസെൻറ്റ് സാൾട്ട് ബ്രിഡ്ജ്. ഡബിൾ വെർട്ടിക്കൽ ലൈൻ എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്ന? സാൾട്ട് ബ്രിഡ്ജിനെയാണ്. ഇതാണ് സെൽ റെപ്രസെൻറ്റേഷൻ. മൂവിങ് ഡാനിയൽ സെൽ. നമ്മുടെ ഗാൽവനിക് സെല്ലിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഡാനിയൽ സെല്ല് കേട്ടോ. നമ്മുടെ ഗാൽവനിക് സെല്ല് പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയുന്ന ഡാനിയൽ സെല്ലാണ്. ഡാനിയൽ സെൽ എന്ന് പറഞ്ഞാൽ സിങ്ക് കോപ്പർ സെല്ലിനെയാണ് നിങ്ങൾ എന്തെന്ന് വിളിക്കുന്നത്? ഡാനിയൽ സെൽ. എന്ത് സെല്ല? സിങ്ക് കോപ്പർ സെല്ല്. അതില് സിങ്കും കോപ്പറും കൂടെ കമ്പയർ, രണ്ട് ഡിഫറെന്റ് മെറ്റലാണ്. സോ സിങ്കും കോപ്പറും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ റിയാക്ടിവിറ്റി കൂടുതൽ സിങ്കിനാണ്. അതുകൊണ്ട് സിങ്കിനെ വേണം നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ എടുക്കാൻ. റിയാക്ടിവിറ്റി കൂടിയ ആളാണ് ലെഫ്റ്റ് സൈഡ്, റിയാക്ടിവിറ്റി കുറഞ്ഞ ആൾ റൈറ്റ് സൈഡ്. ഇനി അവരെ മുക്കി വെച്ചേക്കുന്നത് അവരുടെ തന്നെ ഏത് സൊല്യൂഷൻ? സാൾട്ട് സൊല്യൂഷൻ. സിങ്കിന്റെ സാൾട്ട് സൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് സിങ്ക് സൾഫേറ്റ് ആണ് കേട്ടോ. സിങ്ക് സൾഫേറ്റോ സിങ്ക് ക്ലോറൈഡോ. ഇതിനകത്ത് സിങ്ക് 2+ എന്ന് പറയുന്ന അയോണാണ് ഇരിക്കുന്നത്, മെറ്റലിന്റെ അയോൺ. ഓക്കെ. കോപ്പർ മുക്കി വെച്ചേക്കുന്നത് കോപ്പറിന്റെ സാൾട്ട് സൊല്യൂഷനിലാണ്. കോപ്പർ സൾഫേറ്റോ കോപ്പർ ക്ലോറൈഡോ. അതിനകത്ത് കോപ്പർ 2+ അയോണാണ് ഉള്ളത്. രണ്ടിനെയും കൂടെ എക്സ്റ്റേണലി പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യുന്ന ഡിവൈസ് ഇന്റേണലി സാൾട്ട് ബ്രിഡ്ജ്. ഓക്കെ. ഇതാണ് നമ്മുടെ ആനോഡ്, ലെഫ്റ്റ് സൈഡ് അല്ലേ. ആനോഡിൽ നടക്കുന്ന പ്രോസസ്സ് ഓക്സിഡേഷൻ. ഇതാണ് നമ്മുടെ കാഥോഡ്. കാഥോഡിൽ നടക്കുന്ന പ്രോസസ്സ് റിഡക്ഷൻ. ഇപ്പൊ സിങ്ക് കോപ്പർ സെല്ലിനെയാണ് നിങ്ങൾ ഡാനിയൽ സെൽ എന്ന് വിളിക്കുന്നത്. കാരണം മെറ്റൽ സിങ്കും കോപ്പർ ആണെങ്കിൽ ഡാനിയൽ സെൽ, സിങ്കും മെർക്കുറി ആണെങ്കിൽ വേറൊരു പേര്, സിങ്കും അലൂമിനിയം ആണെങ്കിൽ വേറൊരു പേര്. സിങ്കും കോപ്പറും വരുമ്പോൾ ഡാനിയൽ സെൽ. അതായത് സിങ്ക് ആണ് ആനോഡ്, കോപ്പർ ആണ് കാഥോഡ്. സിങ്ക് ആനോഡിന്റെ സൈഡിൽ ഓക്സിഡേഷൻ, കോപ്പർ കാഥോഡിന്റെ സൈഡിൽ റിഡക്ഷൻ. അപ്പൊ അറ്റ് ആനോഡ്, ആനോഡിൽ ആർക്കാ ഓക്സിഡേഷൻ നടക്കുന്നത്? നമ്മുടെ ഇലക്ട്രോഡിന്, സിങ്കിന് എന്തായിട്ട് മാറും? സിങ്ക് 2+ ആയിട്ട് മാറും. അതിലെ സൊല്യൂഷനിൽ കിടക്കുന്ന സിങ്ക് 2+ ആയിട്ട് സൊല്യൂഷൻ വന്ന് വീഴും. 2 ഇലക്ട്രോൺ റിലീസ് ചെയ്യും. ആ 2 ഇലക്ട്രോൺ ഇപ്പുറത്തെത്തും. ഇപ്പുറത്തെത്തുമ്പോഴത്തേക്ക് ഇലക്ട്രോൺ ആണോ മേടിക്കുന്നത്? അല്ല, സാൾട്ട് സൊല്യൂഷനാണ്. അപ്പൊ Cu2+ ഇലക്ട്രോണിനെ വാങ്ങിച്ച് എന്തായിട്ട് മാറും? Cu ആയിട്ട് ഇവിടെ പോയി പറ്റിപ്പിടിക്കും. ഇതാണ് ആനോഡിലെയും കാഥോഡിലെയും റിയാക്ഷൻ. നോക്കാം. സോ സിങ്ക് കോപ്പർ സെല്ലിനെയാണ് നിങ്ങൾ ഡാനിയൽ സെൽ എന്ന് വിളിക്കുന്നത്. ഡാനിയൽ സെല്ലിന്റെ റെപ്രസെന്റേഷൻ ആണ് ഈ കൊടുത്തേക്കുന്ന ഡബിൾ സ്ലാഷ്, സാൾട്ട് ബ്രിഡ്ജ്. ഇത് ആനോഡ്, ഇത് കാഥോഡ് അല്ലെ. എങ്ങനെ എഴുതുന്ന? ആനോഡ്, ആനോഡിന്റെ അയോൺ, കാഥോഡിന്റെ അയോൺ, കാഥോഡ്. ശരിയാണ്. ആനോഡ് സിങ്ക്, ആനോഡിന്റെ അയോൺ സിങ്ക് 2+.
അപ്പം സിങ്കും സിങ്ക് 2+. കാഥോഡിൻ്റെ അയോൺ Cu2+, Cu2+, C. ഓക്കെ, ഇനി റിഡോക്സ് റിയാക്ഷൻ എങ്ങനെ? ആനോഡിൽ ഓക്സിഡേഷൻ, സിങ്ക് 2+, 2 ഇലക്ട്രോണായിട്ട് മാറുന്നു. കാഥോഡിൽ റിഡക്ഷൻ, Cu2+, 2 ഇലക്ട്രോൺ മേടിച്ച് Cu ആയിട്ട് മാറുന്നു. ഓവറോൾ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ആനോഡും കാഥോഡും കൂടെ കൂട്ടുക. കാരണം ആനോഡും കാഥോഡും കൂടെ കൂട്ടുമ്പോഴാണ് കംപ്ലീറ്റ് സെല്ല് വരുന്നത്. സോ ആനോഡ് റിയാക്ഷൻ എന്തുവാ? Zn gives Zn2+, 2 ഇലക്ട്രോൺ. കാഥോഡിലെ റിയാക്ഷൻ എന്തുവാ? Cu2+, 2 ഇലക്ട്രോൺ gives Cu. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ കണ്ടീഷൻ ഉണ്ട്, രണ്ടിടത്തെയും ഇലക്ട്രോണിൻ്റെ എണ്ണം സെയിം ആയിരിക്കണം. സെയിം ആണതാ, 2 ഇലക്ട്രോൺ, രണ്ടിടത്തും ഇലക്ട്രോണിൻ്റെ എണ്ണം സെയിം. സോ ലൈൻ കൊടുക്കുന്നു. ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാവരും ലെഫ്റ്റ് സൈഡിൽ, റൈറ്റ് സൈഡിലുള്ള എല്ലാവരും റൈറ്റ് സൈഡിൽ. ലെഫ്റ്റ് സൈഡിൽ ആരൊക്കെയുള്ളത്? സിങ്കും Cu2+. റൈറ്റ് സൈഡിലും സിങ്ക് 2+ഉം Cu. എല്ലാവരും ഉണ്ട്. സിങ്ക് Cu2+, സിങ്ക് 2+, C. ഓക്കെ അല്ലേ? സിമ്പിൾ. നെക്സ്റ്റ്, ഇതാണ് നമ്മുടെ ഡാനിയൽ സെല്ല്. സെൽ പൊട്ടൻഷ്യൽ. ഒരു കാര്യം പറയട്ടെ, കറണ്ടിൻ്റെ ഫ്ലോ എവിടെ? ഡാനിയൽ സെല്ലിൽ. ഇലക്ട്രോൺ ഫ്ലോ എന്ന് പറഞ്ഞേ, ഇലക്ട്രോൺ ഫ്ലോ ആനോഡ് ടു കാഥോഡ്. ആനോഡ് ആരാ? സിങ്ക് ടു കോപ്പർ ആണ് ഇലക്ട്രോൺ ഫ്ലോ. കറണ്ട് ഫ്ലോയോ? കോപ്പർ ടു സിങ്ക്. ക്ലിയർ ആണേ? ഓക്കെ. നെക്സ്റ്റ് സെൽ പൊട്ടൻഷ്യലാണ്. നമ്മൾ EMF എന്ന് വിളിക്കാറുണ്ട്, സെല്ലെന്ന് വിളിക്കാറുണ്ട്. ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ, എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് EMF അല്ലെങ്കിൽ സെൽ പൊട്ടൻഷ്യൽ. ദ വോൾട്ടേജ് ഡിഫറൻസ് ബിറ്റ്വീൻ 2 electrodes in an electrochemical cell indicating the tendency for electrons to flow and generate electrical current measured in volt. അപ്പോൾ എന്താണ് സെൽ പൊട്ടൻഷ്യൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2 ഇലക്ട്രോഡുകൾക്കും ഇടയിലുള്ള വോൾട്ടേജ് ഡിഫറൻസ് ആണ്. അതിനർത്ഥം 2 ഇലക്ട്രോഡുകൾക്കും, ആനോഡിനും കാഥോഡിനും ഓരോ വോൾട്ടേജ് ഉണ്ട്. ആ വോൾട്ടേജുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഡിഫറൻസ്. ഓക്കെ, ദ ഡിഫറൻസ് ഇൻ വോൾട്ടേജ് ബിറ്റ്വീൻ 2 ഇലക്ട്രോൺസ് ഇൻ ഇലക്ട്രോകെമിക്കൽ സെൽ, ഓക്കെ, ഇൻഡിക്കേറ്റിംഗ് ദ ടെൻഡൻസി ഓഫ് ഇലക്ട്രോൺ ടു ഫ്ലോ. അതുവഴിയാണ് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്. ഇതിനെയാണ് നിങ്ങൾ സെൽ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ, സെൽ പൊട്ടൻഷ്യൽ പറയുന്നതിന് മുന്നേ നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ് ഈ സാധനം. എന്തു എഴുതിയിരിക്കുന്ന? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. എന്താണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ സെൽ പൊട്ടൻഷ്യലോട്ട് പോകാവൂ. എന്താണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം, ഒരു ഗാൽവനിക് സെല്ലിൽ ഒരു ഇലക്ട്രോഡ് അതിൻ്റെ സാൾട്ട് സൊല്യൂഷനിലാണ് മുക്കി വെച്ചേക്കുന്നത് അല്ലേ? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഇങ്ങനെയാണ്, ഒരു ഇലക്ട്രോഡ് അതിൻ്റെ തന്നെ സാൾട്ട് സൊല്യൂഷനിൽ മുക്കി വെക്കുമ്പോൾ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാനോ ഇലക്ട്രോണിനെ ലോസ് ചെയ്യാനോ ഉള്ളൊരു ടെൻഡൻസി വരും. ഒരു ഇലക്ട്രോഡ് അതിൻ്റെ തന്നെ സാൾട്ട് സൊല്യൂഷനിൽ മുക്കി വെക്കുമ്പോൾ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാനോ ഇലക്ട്രോണിനെ ലോസ് ചെയ്യാനോ ഉള്ള ടെൻഡൻസി വരും. ഈ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാനോ ലോസ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് നിങ്ങൾ എന്തെന്ന് വിളിക്കുന്നത്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. അപ്പം എന്താണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഇലക്ട്രോഡ് അതിൻ്റെ തന്നെ സാൾട്ട് സൊല്യൂഷനിൽ മുക്കി വെക്കുമ്പോൾ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യാനോ ഇലക്ട്രോണിനെ ലോസ് ചെയ്യാനോ ഉള്ള ടെൻഡൻസി വരും. ഈ ടെൻഡൻസിയാണ് നിങ്ങൾ എന്തെന്ന് വിളിക്കുന്നത്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇനി ഈ ഇലക്ട്രോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഗാൽവനിക് സെല്ലിൽ ആനോഡും ഉണ്ട്, അതേ കണക്ക് കാഥോഡും ഉണ്ട് അല്ലേ? ആനോഡിന്റെ പൊട്ടൻഷ്യൽ, ആനോഡിൽ നടക്കുന്ന പ്രോസസ്സ് എന്തോ? ഓക്സിഡേഷൻ. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഓക്സിഡേഷൻ പൊട്ടൻഷ്യലാണ്. അവിടെ ഒരു പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുവഴിയാണ് അവിടെ ഇലക്ട്രോണിനെ ലോസ് ചെയ്യുന്നത്. ഇനി കാഥോഡിൽ
റിഡക്ഷൻ പൊട്ടൻഷ്യലാണ്. കാരണം കാഥോഡിൽ നടക്കുന്ന പ്രോസസ്സ് റിഡക്ഷൻ ആണ്. ഇവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമ്മുടെ സെൽ പൊട്ടൻഷ്യൽ, ഈ സെൽ. അതാണ് സെൽ പൊട്ടൻഷ്യൽ, ആനോടും കാഥോഡിനും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പക്ഷെ പ്രശ്നം, ഒരാൾ ഓക്സിഡേഷനും ഒരാൾ റിഡക്ഷനുമാണ്, രണ്ടും രണ്ട് പ്രോസസ്സാണ്. അവർ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം IUPAC പറഞ്ഞു, നിങ്ങൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എടുത്താൽ മതി, സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ ആയിട്ട് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എടുത്താൽ മതി. റിഡക്ഷൻ, സോ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആയിരിക്കും. ഇവിടെ ഓക്സിഡേഷൻ ആണെങ്കിലും നമുക്ക് തരുന്നത് എന്തായിട്ടായിരിക്കും? റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആക്കിയിട്ടേ തരുത്തുള്ളൂ. ഓക്കെ, അപ്പം റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആയതുകൊണ്ടാണ് നമ്മൾ സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുമ്പോൾ റിഡക്ഷൻ നടക്കുന്ന സ്ഥലം ഏതാ? കാഥോഡ്. കാഥോഡെ മൈനസ് ആനോടെന്ന് എഴുതുന്നത്. അതേസമയം നിങ്ങൾ എടുക്കുന്ന രണ്ടും ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആയിരുന്നെങ്കിൽ ഈ സെൽ എഴുതുന്നത് ഈ ആനോഡെ മൈനസ് കാഥോഡായിരുന്നു. കാരണം ഓക്സിഡേഷൻ നടക്കുന്ന സ്ഥലം എവിടെ? ആനോഡാണ്. സോ ഈ ആനോഡ് മൈനസ് ഈ കാഥോഡെന്ന് എഴുതിയാണ്, രണ്ടും ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആയിരുന്നെങ്കിൽ. ഇനി ഈ സെൽ ഇസ് ഈക്വൽ ടു ഈ കാഥോഡ് പ്ലസ് ഈ ആനോഡെന്ന് എഴുതിയാണ്. എപ്പോഴാ? ആനോഡിന്റെ പൊട്ടൻഷ്യൽ ഓക്സിഡേഷൻ ആക്കി തന്നെയും കാഥോഡിന്റെ പൊട്ടൻഷ്യൽ റിഡക്ഷൻ ആക്കി തന്നെ എടുക്കുമ്പോൾ രണ്ടു പേർക്കിടയിൽ പ്ലസ് കൊടുക്കാം. രണ്ടും റിഡക്ഷൻ ആക്കി എടുത്താൽ കാഥോഡെ മൈനസ് ആനോഡ്, രണ്ടും ഓക്സിഡേഷൻ ആക്കി എടുത്താൽ ആനോഡെ മൈനസ് കാഥോഡ്. ഇതിൽ IUPAC അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത് രണ്ടും റിഡക്ഷൻ ആക്കി എടുത്ത് കാഥോഡെ മൈനസ് ആനോഡ് എന്ന് എഴുതാനായിട്ടാണ്. ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്, ഇതാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. മനസ്സിലാക്കി വെക്കുക, സിമ്പിൾ ആണ്. വോൾട്ടേജ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു ഇലക്ട്രോഡ്സ് in an electrochemical cell indicating the tendency for electrons to flow and generate electrical current measured in volt. ക്ലിയർ ആണ്? ഓക്കെ, എന്താണ് സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ? നമ്മളതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് E0 സെൽ എന്നാട്ടോ. E0 സെൽ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദി പൊട്ടൻഷ്യൽ അണ്ടർ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ, അതായത് സെയിം തന്നെ ആനോഡിനും കാഥോഡിനും ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെ, പക്ഷെ സ്റ്റാൻഡേർഡ് കണ്ടീഷനിലായിരിക്കണം. എന്താ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ? 1 മോളാർ കോൺസെൻട്രേഷൻ 25 ഡിഗ്രി സെൽഷ്യസ് 180 പ്രഷർ. അത് കണ്ടുപിടിക്കുന്ന സെയിം തന്നെ. E0 സെൽ ഇസ് ഈക്വൽ ടു E0 കാഥോഡ് മൈനസ് E0 ആനോഡ്, സെയിം ഇക്വേഷൻ തന്നെ. പക്ഷെ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ആകുമ്പോഴാണ് സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ. പിന്നെ ഒരു കാര്യം, ഈ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യലിന്റെ വാല്യൂ ഒരു ഫിക്സഡ് വാല്യൂ ആണ്. ഇപ്പൊ നിങ്ങളൊരു ഗാൽവനിക് സെൽ എടുക്കുമ്പോൾ അതിന്റെ വാല്യൂ 0.52 ആണെങ്കിൽ E0 സെല്ല് എപ്പോഴും 0.52 ആയിരിക്കും. കാരണം അത് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ നമ്മൾ എടുക്കുന്നത്. മാറുന്നത് ഈ സെല്ലാണ്. എന്ത് ഈ സെല്ല്? സെൽ പൊട്ടൻഷ്യൽ. അത് മാറിക്കൊണ്ടിരിക്കും. കാരണം ആനോഡിന്റെയും കാഥോഡിന്റെയും എമൗണ്ട് മാറുന്നതിനനുസരിച്ച് സെൽ പൊട്ടൻഷ്യലിന് വ്യത്യാസം വരും. കാരണം ആനോഡിന്റെയും, നീ ഒരു 100 ആനോഡ് എടുത്തു, ഞാൻ ഒരു 200 ആനോഡ് എടുത്തു, എന്റെ സെൽ പൊട്ടൻഷ്യൽ കൂടുതലായിരിക്കും നിന്നെ കാട്ടിയും. കാരണം കോൺസെൻട്രേഷൻ കൂടുതലാണ്. കറക്റ്റ് അല്ലേ? എന്നാൽ ഇവിടെ 1 മോളാറിലാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആരുടെ ആയാലും നമ്മൾ 1 മോളാറിലാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഫിക്സഡ് വാല്യൂ, എല്ലാവർക്കും ഒരു വാല്യൂ അല്ല, ഓരോരുത്തർക്കും ഓരോ വാല്യൂ. കാരണം അതൊരു പ്രത്യേക കോൺസെൻട്രേഷനിലാണ് കണ്ടുപിടിക്കുന്നത്. എപ്പോഴും ആ കോൺസെൻട്രേഷൻ തന്നെ കണ്ടുപിടിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരേ വാല്യൂ കിട്ടത്തുള്ളൂ. സോ E0 സെൽ എപ്പോഴും ഫിക്സഡ് വാല്യൂ ആയിരിക്കും. ആരാ മാറുന്നത്? ഈ സെല്ലാണ് മാറുന്നത്. ഇനി നമ്മൾ ഡാനിയൽ സെല്ല് പഠിച്ചില്ലേ? ഡാനിയൽ സെല്ലിൽ കാഥോഡിന്റെ E0 വാല്യൂ 0.34ഉം ആനോഡിന്റെ E0 വാല്യൂ -0.76. സോ 0.34 മൈനസ് -0.76, അതായത് രണ്ടും കൂടെ ഡിഫറൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 1.10. അതായത് E0 സെൽ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ ഫോർ ഡാനിയൽ സെല്ല് 1.1 വോൾട്ട് ആണ്. ഇത് ചിലപ്പോൾ എക്സാമിന് തരണമെന്നൊന്നുമില്ല, കാരണം സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഡാനിയൽ സെല്ലിന്റെ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ 1.1 വോൾട്ട് ആണ്, 1.10 വോൾട്ട് ആണ് സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ. ക്ലിയർ? ഓക്കെ, ഇതാണ് സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ. നെക്സ്റ്റ് EMF ആണ്. EMF എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെഡിങ് കൊടുത്തായിരുന്നു. EMFും പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയാണ്. അതൊക്കെ ഈസ് ദി മാക്സിമം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് എ സെൽ can provide measured when no current is drawn. ഓപ്പൺ സർക്യൂട്ട് ആണ്, കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യാത്തപ്പോഴുള്ള മാക്സിമം പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതാണ് ഈ സെല്ല്, EMF representing total energy per charge, while cell potential is the actual measured voltage when cell operating in closed circuits, which is always less than EMF due to energy loss to the cell internal resistance. എപ്പോഴും ഈ സെൽ എന്ന് പറയുന്നത് EMFനെ കാട്ടിയും കുറവായിരിക്കും. കാരണം EMFിന്റെ മാക്സിമം വോൾട്ടേജ് ആണ് കറണ്ട് ഫ്ലോ ചെയ്യാത്തപ്പോൾ. കറണ്ട് ഫ്ലോ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ സെല്ല് കിട്ടുന്നത് സെൽ പൊട്ടൻഷ്യൽ. കാരണം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് കറണ്ട് അവിടെ ഫ്ലോ ചെയ്യിപ്പിക്കുന്നത്.
മനസ്സിലായി. പക്ഷെ അത് കുറഞ്ഞിരിക്കും, കാരണം കറണ്ടിന്റെ ഫ്ലോയിൽ റെസിസ്റ്റൻസ് ഒക്കെ വരും, അതുവഴി വാല്യൂ കുറവായിരിക്കും. ഇതാണ് ഇ എം എഫ് എന്ന് പറഞ്ഞാൽ സെൽ പൊട്ടൻഷ്യലുള്ള ഡിഫറൻസ് ആണ്, പക്ഷെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, പക്ഷെ നോ കറണ്ട് ഈസ് ഫ്ലോ. കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യുന്നില്ല, ഓപ്പൺ സർക്യൂട്ടാണ്. എന്നാൽ നമ്മളുടെ സെൽ പൊട്ടൻഷ്യൽ ക്ലോസ്ഡ് സർക്യൂട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സെൽ പൊട്ടൻഷ്യൽ പറഞ്ഞു, സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ പറഞ്ഞു അല്ലേ, സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ പറഞ്ഞു. പിന്നെ ഇപ്പം നമ്മൾ പോകുന്ന ഇലക്ട്രോ കെമിക്കൽ സീരീസിലോട്ടാണ്. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മൾ സെല്ലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന പഠിച്ചു അല്ലേ, സെൽ റെപ്രസെൻറ്റേഷൻ പഠിച്ചു. എങ്ങനെയാണ് നിങ്ങൾ സെല്ലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ആനോഡ് അല്ലേ, അത് കഴിഞ്ഞിട്ട് ആനോഡിന്റെ സൊല്യൂഷൻ അല്ലെ, / കാഥോഡിന്റെ സൊല്യൂഷൻ, കാഥോഡ് നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെ. സെൽ പൊട്ടൻഷ്യൽ റെപ്രസെന്റ് ചെയ്യാൻ പഠിച്ചു. സെൽ പൊട്ടൻഷ്യൽ എന്തുവാ? ഈ സെൽ, അതും നിങ്ങൾ റെപ്രസെന്റ് ചെയ്യാൻ പഠിച്ചു. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ പഠിച്ചോ? ഇല്ല. സോ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എങ്ങനെ എഴുതാം? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്തെടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്? റിഡക്ഷൻ. ദാ Cu2 plus 2 ഇലക്ട്രോൺ ഗീവ്സ് Cu. റിഡക്ഷൻ ആണോ? ഇത് ഒരു പകുതി സെല്ലാണ് ഇലക്ട്രോഡ്. ഫുൾ ആനോടും കാഥോടും വരുമ്പോൾ അത് ഫുൾ സെല്ല. അപ്പൊ നിങ്ങൾ സെല്ലെന്ന് എഴുതിയാൽ മതി. ആനോടും കാഥോടും വരുമ്പോൾ ആനോട് മാത്രമോ കാഥോട് മാത്രമോ തന്നാൽ ഇത് ഇലക്ട്രോഡാണ്. ഇതൊരു ഇലക്ട്രോൺ ആണ്, ഒറ്റ റിയാക്ഷനേ ഉള്ളൂ, Cu2 + Cu. ദാറ്റ് മീൻസ് റിഡക്ഷൻ മാത്രമേ ഉള്ളൂ. കണ്ടോ, ഇലക്ട്രോൺ ഇപ്പുറത്തെ സൈഡ് അത് റിഡക്ഷൻ, ഇലക്ട്രോൺ അപ്പുറത്തെ സൈഡ് ആണെങ്കിൽ ഓക്സിഡേഷൻ. അതല്ലെങ്കിൽ 2 + 0 ആയിട്ട് മാറുന്നു, ചാർജ് കുറയുന്നു. ഇത് 0, 2 + 0 ആവുന്നു, കുറയുന്ന പ്രോസസ്സും റിഡക്ഷൻ ആണ്. അപ്പൊ ഇതും റിഡക്ഷൻ ആണ്. ഇലക്ട്രോൺ ലെഫ്റ്റ് സൈഡ് വന്നാലും റിഡക്ഷൻ ആണ്, ഇലക്ട്രോൺ റൈറ്റ് സൈഡ് വന്നാലോ ചാർജ് കൂടിയാലോ ഓക്സിഡേഷൻ ആണ്. സോ റിഡക്ഷൻ ആണ്. ഇതിന്റെ പൊട്ടൻഷ്യൽ എങ്ങനെയാണെന്ന് അറിയാമോ? ഈ സെല്ലെന്ന് എഴുതരുത്, എന്തുകൊണ്ട് നടക്കുന്ന വ്യത്യാസം? Cu2 + Cu ആവും. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ വാല്യൂ എഴുതുന്നത്. ഇത് നോക്കിക്കേ, കണ്ടോ, ഒന്ന് പറഞ്ഞേ. ഈ Zn⁻, Zn2+, പക്ഷെ ഇങ്ങനെ എഴുതരുത്. കാരണം എന്താ? ഇസഡിന്റെ ചാർജ് 0, അപ്പുറം ചെല്ലുമ്പോൾ 2+ ആവുന്നു, കൂടുന്ന പ്രോസസ് ഓക്സിഡേഷനാണ്. ഓക്സിഡേഷൻ വെച്ച് കണ്ടുപിടിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എഴുതണ്ട, റിഡക്ഷൻ എഴുതിയാൽ മതി. സോ ഇത് തിരിക്കണം. Zn2+ + 2 ഇലക്ട്രോൺ ഗീവ്സ് Zn. IUPAC റൂൾ അനുസരിച്ച് റിഡക്ഷൻ മാത്രമേ എഴുതാവൂ. സോ ഈ Zn2+ Zn, ഇതാണ് റിഡക്ഷൻ. ഇതാണ് നമ്മളുടെ ഇലക്ട്രോഡിന്റെ റെപ്രസെന്റേഷൻ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ബിഫോർ മൂവിങ് ടു ഇലക്ട്രോ കെമിക്കൽ സീരീസ്, എനിക്ക് സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചല്ലോ. അതിൻ്റെ ഒരു 2-3 പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് പറയണം. എന്നിട്ട് നമുക്ക് ഇലക്ട്രോ കെമിക്കൽ സീരീസിലോട്ട് പോകാം. ഈ സെൽ കണ്ടുപിടിക്കാൻ, സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ നമുക്ക് നോർമലി ആനോഡിൻ്റെയും കാഥോഡിൻ്റെയും പൊട്ടൻഷ്യൽ ഡയറക്റ്റ് ആയിട്ട് തരിക ചെയ്യുന്നത്. അത് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെൽ പൊട്ടൻഷ്യൽ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ആനോഡും കാഥോഡും തരും. ചില കേസിലൊന്നും അവർ ആനോടും കാഥോടും പറയത്തില്ല. പകരം ഇങ്ങനെ തരും. ഇങ്ങനെ തരും. അപ്പൊ നോക്കേണ്ടത്, തന്നിരിക്കുന്ന രണ്ടും റിഡക്ഷൻ ആണോ ഓക്സിഡേഷൻ ആണോ? ഇത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ്. ഞാൻ പറഞ്ഞു ഇങ്ങനെ എഴുതുന്ന ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണെന്ന് പറഞ്ഞു. നമുക്ക് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് കാഥോഡ് മൈനസ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ആനോഡാണ്. അത് റിഡക്ഷൻ വരുമ്പോൾ IUPAC അനുസരിച്ച് റിഡക്ഷൻ വരുമ്പോൾ ഇങ്ങനെ എഴുതണ്ട. ഓക്സിഡേഷൻ വരുമ്പോൾ ഈ ആനോഡ് മൈനസ് ഈ കാഥോഡാണ്. ഒന്ന് ഓക്സിഡേഷൻ ഒന്ന് റിഡക്ഷൻ ആണെങ്കിൽ ആനോഡ് പ്ലസ് കാഥോഡാണ്. അപ്പൊ നോക്കേണ്ടതാ, Cu2 + Cu ആയിട്ട് മാറുന്നു, കുറയുന്നു, റിഡക്ഷനാണ്. Zinc2 + Zinc ആയിട്ട് മാറുന്നു, കുറയുന്നു, റിഡക്ഷൻ. അപ്പൊ തന്നിരിക്കുന്ന രണ്ടും റിഡക്ഷനാണ്. ഒരു വാല്യൂ നോക്കിയാൽ മതി, മറ്റേത് റിഡക്ഷൻ തന്നെ ആയിരിക്കും. അല്ലാതെ ഒന്ന് ഓക്സിഡേഷൻ ഒന്ന് റിഡക്ഷൻ തരത്തില്ല. തരികയാണെങ്കിൽ രണ്ടും ഓക്സിഡേഷൻ അല്ലെങ്കിൽ രണ്ടും റിഡക്ഷൻ, അങ്ങനെ തരത്തോളൂ. അപ്പം ഇവിടെ എന്തായാലും എനിക്ക് രണ്ടും എന്താ? റിഡക്ഷനാണ്. രണ്ടും റിഡക്ഷൻ ആണെങ്കിൽ നമ്മൾ ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് എടുക്കേണ്ടത്. സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി ആനോഡിനെയും കാഥോഡിനെയും കണ്ടുപിടിക്കണം. രണ്ടും റിഡക്ഷനാണ്.
അപ്പം അതിൽ നിന്ന് പിന്നെ ആര് ആനോട് ആര് കാതോടെന്ന് കണ്ടുപിടിക്കണം. അതിന് നിങ്ങൾക്ക് ഈ ഇക്വേഷൻ തന്നിരിക്കും. ഇക്വേഷൻ തരുമ്പോഴുള്ള കേസ് ഞാൻ ആദ്യം പറയുന്നത്. രണ്ടാമത് ഇക്വേഷൻ തരാത്തപ്പോഴുള്ള കേസ് പറയാം. ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആ ഇക്വേഷനിൽ നോക്കാതാ, സിങ്കിന്റെ ചാർജ് 0, ഇപ്പുറം വന്നപ്പോൾ 2+ ആയിട്ട് മാറി, കൂടുന്ന പ്രോസസ് ഓക്സിഡേഷൻ. അതായത് സിങ്കിന്റെ കേസിലാണ് ഓക്സിഡേഷൻ. അപ്പൊ ഇതാണ് ആനോഡ്. ഇനി നോക്കേ, Cu2+ Cu ആയിട്ട് മാറുന്നു, ചാർജ് കുറയുന്നത് കാതോഡ്, റിഡക്ഷൻ കാതോഡ്. ആനോഡും കാതോഡും കിട്ടി. കാതോഡ് എത്ര? 1.3, ആനോഡ് എത്ര? 1.9. ചെയ്യുമ്പോൾ ആൻസറായി. ഇതാണ് ഒരു കേസ്. രണ്ടാമത്തെ കേസിൽ ആനോഡ് കാതോഡ് നമ്മുടെ അടുത്ത് പറയത്തില്ല. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ തരും, ഇങ്ങനെ, എന്നിട്ട് സെൽഫ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് 2+ Cu കുറയുന്നു, റിഡക്ഷൻ. അപ്പോൾ റിഡക്ഷൻ ആണ് രണ്ടും. അതുകൊണ്ട് ഞാൻ ഇക്വേഷൻ എഴുതി, E= ഈ കാതോഡ് മൈനസ് ഈ ആനോഡ്. രണ്ട് ഓക്സിഡേഷൻ ആണെങ്കിൽ ആനോഡ് മൈനസ് കാതോഡ്, ഒന്ന് ഓക്സിഡേഷൻ ഒന്ന് റിഡക്ഷൻ ആണെങ്കിൽ ആനോഡ് പ്ലസ് കാതോഡ്. ഇതിനകത്ത് ആര് ആനോഡ് ആര് കാതോഡ് ഇക്വേഷൻ എൻ്റെ കയ്യിൽ തന്നിട്ടില്ല. ആ ഇക്വേഷൻ നോക്കിയാണെങ്കിൽ ചാർജ് അപ്പുറത്ത് കൂടുന്ന ആള് ഓക്സിഡേഷനും ആനോഡും കുറയുന്ന ആൾ റിഡക്ഷനും കാതോഡും അങ്ങനെ ആക്കായിരുന്നു. പക്ഷെ അങ്ങനെ തന്നിട്ടില്ല. അങ്ങനെ വരുന്ന കേസിൽ തന്നിരിക്കുന്ന നോക്കുക, റിഡക്ഷൻ രണ്ടും റിഡക്ഷൻ ആണെങ്കിൽ എന്തെഴുതിയേക്കുന്ന ലാർജ് വാല്യൂ കാതോഡ്. രണ്ടും ഓക്സിഡേഷൻ ആണെങ്കിൽ ലാർജ് വാല്യൂ ആനോഡ്. രണ്ടും റിഡക്ഷൻ ആണെങ്കിൽ ലാർജ് വാല്യൂ കാതോഡും, രണ്ടും ഓക്സിഡേഷൻ ആണെങ്കിൽ ലാർജ് വാല്യൂ ആനോഡും. രണ്ടും റിഡക്ഷനാണ്, ലാർജ് വാല്യൂ 0.3, 1.9, ലാർജ് വാല്യൂ ഇതാ. സോ ഇത് കാതോഡ്, ഇത് ആനോഡ്. ആൻസർ 1.9 മൈനസ് 0.3, 1.6 വോൾട്ട് എന്ന് പറഞ്ഞ് വരും. കണ്ടു, ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇത്രയേ ഉള്ളൂ. സെൽഫ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്നത് കാതോഡ് മൈനസ് ആനോഡാണ്. കാതോടും ആനോടും നിങ്ങൾക്ക് ഇക്വേഷൻ വല്ലതും ക്വസ്റ്റ്യനാ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ ആനോഡ് കാതോഡ് കണ്ടുപിടിക്കാം. ഇനി ഇക്വേഷൻ തന്നിട്ടില്ലെങ്കിൽ ആ തന്നിരിക്കുന്ന ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ റിഡക്ഷൻ ആണോ ഓക്സിഡേഷൻ ആണോ എന്ന് ആ ഈയുടെ താഴെ കിടക്കുന്ന വാല്യൂസ് നോക്കിയിട്ട് ചെക്ക് ചെയ്യാം. എന്നിട്ട് ആനോഡാണ് റിഡക്ഷൻ ആണ് തന്നിരിക്കുന്നെങ്കിൽ വലിയ വാല്യൂസിനെ കാതോഡാക്കുക, റിഡക്ഷൻ ആണെങ്കിൽ ഓക്സിഡേഷൻ ആണെങ്കിൽ വലിയ വാല്യൂസിനെ ആനോഡാക്കുക. ഇനി ചിലപ്പോൾ സിമ്പിൾ തരുള്ളൂ. അതാ എക്സ് എന്ന് പറയുന്ന ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ 1.3 വോൾട്ട്, വൈ എന്ന് പറയുന്ന ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ -0.9 വോൾട്ട്. ഇങ്ങനെ തരും, രണ്ട് മൈനസ് എടുക്കാം. എന്നിട്ട് പറയും സെൽഫ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാം. അപ്പൊ നിങ്ങൾ എഴുതേണ്ടത് ഈ കാതോഡ് മൈനസ് ഈ ആനോഡ്. അപ്പൊ നിങ്ങൾക്ക് ആദ്യം ഇത് രണ്ടും റിഡക്ഷൻ ആണോ രണ്ടും ഓക്സിഡേഷൻ ആണോ എന്ന് അറിയണ്ടേ. പക്ഷെ അത് നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം ഇത് കണക്ക് നമുക്ക് തരണം എങ്കിലും ഇത് ചെക്ക് ചെയ്ത് ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ എന്ന് പറയാൻ പറ്റൂ. സിമ്പിൾ ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഉറപ്പായിട്ടും എന്തായിരിക്കും, റിഡക്ഷൻ ആയിരിക്കും. ഈ വരുമ്പോഴാണ് നിങ്ങൾ ഒന്നും കൂടെ ചെക്ക്. ഈ വരുമ്പോൾ ഒരു 90% സമയത്തും റിഡക്ഷനെ തരത്തോളാം, ചില സമയത്തൊക്കെ ഓക്സിഡേഷൻ തരുന്നുണ്ട് ചില സമയത്ത്. അപ്പൊ അതുകൊണ്ടൊന്ന് ചെക്ക് ചെയ്താൽ മതി. പക്ഷെ സിമ്പിൾ ആണെങ്കിൽ ഉറപ്പിച്ചോ റിഡക്ഷൻ തന്നെ. റിഡക്ഷൻ ആണെങ്കിൽ വലിയ വാല്യൂ കാതോഡ്. ഇതിലേതാ വലിയ വാല്യൂ? 0.9 ആണോ 1.3 ആണോ? 0.9. മൈനസിൽ ചെറുതാണ് വലിയ വാല്യൂ. സോ കാതോഡിന്റെ വാല്യൂ -0.9 മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും 1.3. ആൻസർ 0.4 വോൾട്ട്. ശരിയല്ലേ? ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഒന്ന് സെൽഫ് പൊട്ടൻഷ്യൽ തന്നിട്ട് ചോദിക്കും, അവിടെ ഇക്വേഷൻ കാണും. 2 ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ തരും, ഇക്വേഷൻ കാണത്തില്ല. അപ്പം തന്നിരിക്കുന്ന ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൽ ചാർജിന്റെ വേരിയേഷൻ നോക്കുക. കൂടുകയാണെങ്കിൽ ഓക്സിഡേഷൻ, കുറയാണെങ്കിൽ റിഡക്ഷൻ. കുറയാണെങ്കിൽ വലിയ വാല്യൂസ് റിഡക്ഷൻ ആയിരിക്കും, വലിയ വാല്യൂസ് കാതോഡാക്കുക. കൂടുകയാണെങ്കിൽ വലിയ വാല്യൂസ് ആനോഡാക്കുക. കുറയാണെങ്കിൽ രണ്ടിടത്തും കുറയുന്ന രീതിയിൽ വരുത്തോളാം. ഇത് കുറഞ്ഞ് ഇത് കൂടി നിന്നാൽ കുറയുന്നത് റിഡക്ഷൻ, കൂടുന്നത് ഓക്സിഡേഷൻ. അപ്പോൾ ഇത് ഓക്സിഡേഷൻ ആനോഡും ഇത് റിഡക്ഷൻ കാതോഡും ആക്കി എടുക്കുക. കൂടുകയാണെങ്കിൽ രണ്ടും കൂടുന്നതായിട്ട് തരും, കുറയുകയാണെങ്കിൽ രണ്ടും കുറയുന്നതായിട്ട് തരും. രണ്ടും കുറയുകയാണെങ്കിൽ റിഡക്ഷൻ ആണ്. റിഡക്ഷൻ ആണെങ്കിൽ വലിയ വാല്യൂവിനെ കാതോഡാക്കുക. വാല്യൂസ് കമ്പയർ ചെയ്യുക, വലിയ വാല്യൂവിനെ കാതോഡാക്കുക. കേട്ടോ? ഇതും തന്ന് ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ വെച്ചായിട്ട് ആനോഡ് കാതോഡ് ചൂസ് ചെയ്യാവും. ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വാല്യൂസ് വെച്ച് ആനോഡും കാതോഡും ചൂസ് ചെയ്യരുത്. ഇക്വേഷൻ തന്നെങ്കിൽ ഇക്വേഷൻ വെച്ചിട്ടേ ആനോഡും കാതോഡും ചൂസ് ചെയ്യാവും. ഇക്വേഷൻ ഇല്ലാത്തപ്പോഴാണ് വാല്യൂ നോക്കി വലിയ വാല്യൂവിനെ കാതോഡും ചെറിയ വാല്യൂവിനെ ആനോഡും ആക്കുന്നത്. സിമ്പിൾ ആണെങ്കിൽ കണ്ണു അടച്ച് മനസ്സിലാക്കിക്കോ, തന്നിരിക്കുന്നത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? സിമ്പിൾ സാധനമാണ്, അത് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മാത്രം മതി. മൂവിങ്
അത്രയുമാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഇലക്ട്രോ കെമിക്കൽ സീരീസിലോട്ട് പോകും. എന്താണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ്? നമ്മൾ 10th പഠിക്കുമ്പോഴത്തേക്ക് ഈ സാധനം പഠിച്ചിട്ടുണ്ട്. എന്തുവാ? റിയാക്ടിവിറ്റി സീരീസ്. മെറ്റൽസിനെ അതിൻ്റെ റിയാക്ടിവിറ്റിയുടെ ഡിക്രീസിങ് ഓർഡറിൽ എഴുതുന്നു. ഏറ്റവും മുകളിൽ വരുന്ന ആൾക്ക് റിയാക്ടിവിറ്റി കൂടുതലും താഴോട്ട് വരുന്തോറും റിയാക്ടിവിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും. റിയാക്ടിവിറ്റി മീൻസ് മെറ്റൽസ് കാണിക്കുന്ന റിയാക്ടിവിറ്റി ഇലക്ട്രോണിനെ കളയുക, ഇലക്ട്രോൺ ലോസ്. കാരണം മെറ്റൽസിനെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് ഇലക്ട്രോൺ ലോസ്, ദാറ്റ് മീൻസ് ഓക്സിഡേഷൻ. അപ്പോൾ ഓക്സിഡേഷൻ നടക്കാനുള്ള ചാൻസ് ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി സീരീസിൽ ടോപ്പിൽ വരുന്ന ആൾക്ക്, അയാൾക്ക് പെട്ടെന്ന് ഇലക്ട്രോണിനെ കളഞ്ഞ് ഓക്സിഡേഷൻ നടക്കാൻ പറ്റും. ക്ലിയർ ആണോ? താഴോട്ട് വരുന്നത് അതിനുള്ള കപ്പാസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും. താഴെ നമ്മൾ ഹൈഡ്രജനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഹൈഡ്രജന് താഴെ വരുന്ന ആൾക്ക് റിയാക്ടിവിറ്റി ഒട്ടുമില്ല. ഹൈഡ്രജന് മുകളിലോട്ട് വരുന്നതോറും റിയാക്ടിവിറ്റി കൂടിക്കൂടി വരും. ഇതാണ് റിയാക്ടിവിറ്റി സീരീസ്. നമുക്ക് ഇവിടെ അത് പഠിക്കാനില്ല. നമുക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രോ കെമിക്കൽ സീരീസ് ആണ്. എന്താണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ്? ഇതേ കണക്കൊരു ഓർഡർ ആണ്, പക്ഷേ elements are typically listed in increasing order of their standard reduction potential. ഓക്സിഡേഷന് പകരം ഏത് പൊട്ടൻഷ്യൽ? റിഡക്ഷൻ പൊട്ടൻഷ്യൽ എടുത്ത് നമ്മൾ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്യുന്നു. അതിൽ ഓഫൺ സ്റ്റാർട്ടിങ് വിത്ത് ലിഥിയം അറ്റ് ദി ടോപ്പ് ആൻഡ് ഫ്ലൂറിൻ അറ്റ് ദി ബോട്ടം. ലിഥിയം ടോപ്പിലും ഫ്ലൂറിൻ എവിടെ? ബോട്ടത്തിലും. ഏറ്റവും മുകളിൽ നിൽക്കുന്നത് ലിഥിയം, ഏറ്റവും താഴെ നിൽക്കുന്നത് ഫ്ലൂറിൻ. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് കണ്ടുപിടിക്കുന്നത്. കാരണം ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമുക്ക് അല്ലാതെ മെഷർ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസ് സ്റ്റാൻഡേർഡ്, അത് നമുക്ക് പിന്നെ പറയാനാണ്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യുന്നത്. അതൊരു റഫറൻസ് ഇലക്ട്രോഡാണ് ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. അതിന്റെ പൊട്ടൻഷ്യൽ 0 വോൾട്ട് ആണ്. ഇതാണ് റെപ്രസെന്റേഷൻ PtH2H+. ഡീറ്റെയിൽ ആയിട്ട് ഷീ പഠിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ കാര്യമായിട്ട് പറയാത്തത്. PtH2H+. ഓക്കെ, ഇതാണ് കേസ് എന്ന് പറയുന്നത്. താഴോട്ട് വരുന്തോറും റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടി വരും. നേരത്തെ പറഞ്ഞാൽ താഴോട്ട് വരുന്നതോറും റിയാക്ടിവിറ്റി കുറയുന്ന, പക്ഷെ താഴോട്ട് വരുന്തോറും റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടും. റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുമ്പോൾ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? കുറയും. അതായത് ഏറ്റവും താഴെ കിടക്കുന്ന ആൾക്ക് റിഡക്ഷൻ നടക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്, ഏറ്റവും മുകളിൽ കിടക്കുന്ന ആൾക്ക് റിഡക്ഷൻ നടക്കാനുള്ള ടെൻഡൻസി കുറവാണ്. താഴോട്ട് വരുന്തോറും റിഡക്ഷൻ നടക്കാനുള്ള കപ്പാസിറ്റി കൂടും. താഴെ കിടക്കുന്ന ആൾക്ക് റിഡക്ഷൻ നടക്കാനുള്ള കപ്പാസിറ്റി കൂടുതൽ, മുകളിൽ കിടക്കുന്ന ആൾക്ക് റിഡക്ഷൻ നടക്കാനുള്ള കപ്പാസിറ്റി ഏറ്റവും കുറവ്. റിഡക്ഷൻ നടക്കാനുള്ള കപ്പാസിറ്റി കുറവ് മീൻസ് ഓക്സിഡേഷൻ നടക്കാനുള്ള കപ്പാസിറ്റി കൂടുതൽ, ഓക്സിഡേഷൻ നടക്കാനുള്ള കപ്പാസിറ്റി കുറവ്. അതായത് മുകളിൽ കിടക്കുന്ന ആൾക്ക് ഓക്സിഡേഷനെ നടക്കും. ലിഥിയത്തിന് ഓക്സിഡേഷനാണ്, ഓക്കെ. ഫ്ലൂറിന് റിഡക്ഷനാണ്, റിഡക്ഷനെ നടക്കും. ഇടയ്ക്ക് ആര് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? ഹൈഡ്രജൻ. അതാണ് നമ്മുടെ റഫറൻസ് ഇലക്ട്രോഡ്. റഫറൻസ് ആയിട്ട് നമുക്ക് ആക്ട് ചെയ്യുന്നത് ഹൈഡ്രജനാണ്. ഇനി ചെക്ക് ചെയ്യാം. ഞാൻ ഏറ്റവും മുകളിൽ കിടക്കുന്ന ആളുകൾ, അതുകൊണ്ട് ബ്രാക്കറ്റിൽ എന്തോ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് നിങ്ങളൊരു ടേബിൾ ഒന്ന് എനിക്ക് വേണ്ടിയിട്ട് പഠിക്കണം. വേണ്ട, ഞാൻ പിന്നെ പറയാം, ഞാൻ കഴിഞ്ഞിട്ട് പറയാം. അപ്പം ഇതിനകത്ത് ഏറ്റവും ടോപ്പിൽ കിടക്കുന്നത് നമ്മുടെ ലിഥിയമാണ്. ലിഥിയത്തെ ഞാനിന്ന് എടുക്കാമേ. ഇതാ Li+1 ഇലക്ട്രോണിനെ വാങ്ങിച്ചിട്ട് Li ആയിട്ട് മാറുന്നു. കാരണം എല്ലാം റിഡക്ഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ റിഡക്ഷനാണ് ഞാനും എഴുതിയിരിക്കുന്നത്. ഇലക്ട്രോൺ ഇപ്പുറത്തെ സൈഡിലാണ്, ചാർജ് കുറയാണ് അപ്പുറത്തോട്ട് ചെല്ലുമ്പോഴത്തേക്ക്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആക്ച്വലി ലിഥിയം ടോപ്പിലാണ് വരുന്നത്. ടോപ്പിൽ വരുന്ന ആൾക്ക് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഏറ്റവും കുറവാണ്. കാരണം താഴോട്ട് വരുന്നതോറും റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടി വരും. അപ്പോൾ താഴെ കിടക്കുന്ന ആൾക്കാർ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ, ദാറ്റ് മീൻസ് റിഡക്ഷൻ ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതൽ താഴെ കിടക്കുന്ന ആൾക്കാർ. മുകളിൽ കിടക്കുന്ന ആൾക്ക് റിഡക്ഷൻ ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവാണ്, ദാറ്റ് മീൻസ് ഓക്സിഡേഷൻ ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതലാണ്. അപ്പോൾ ലിഥിയത്തിന് സംഭവിക്കുന്ന ഓക്സിഡേഷനാണ്. ഓക്സിഡേഷൻ ഏതാ? ഇതാണോ ഓക്സിഡേഷൻ? ഇതെന്തുവാ? പോസിറ്റീവ് ചാർജ് 0 ആവുന്നു, കുറയുന്ന പ്രോസസ് റിഡക്ഷനാണ്. ഇതെന്തോ? കൂടുന്നു, 0+. അപ്പൊ ഇതാണ് ആക്ച്വലി റിയാക്ഷൻ. ലിഥിയം എന്തായിട്ട് മാറുന്നു? ലിഥിയം പ്ലസ് ആയിട്ട് മാറുന്നു. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ, ലിഥിയം ആണോ ലിഥിയം പ്ലസ് ആണോ സ്റ്റേബിൾ?
ലിഥിയം ലിഥിയം പ്ലസ് ആയിട്ട് മാറുന്നു. ലിഥിയം ആണോ ലിഥിയം പ്ലസ് ആണോ സ്റ്റേബിൾ? ലിഥിയം പ്ലസ്. സോ ലിഥിയം പ്ലസ് ആയിരിക്കും സ്റ്റേബിൾ. അതായത് നിങ്ങൾ എപ്പോൾ ലിഥിയം എടുത്താലും അപ്പോൾ തന്നെ ലിഥിയം എന്തായിട്ട് മാറും? ഓക്സിഡേഷൻ നടന്ന് ഇലക്ട്രോണിനെ കളഞ്ഞ് ലിഥിയം പ്ലസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. കാരണം ലിഥിയത്തിന് ഇഷ്ടം ഇരിക്കാൻ ലിഥിയം പ്ലസ് ആയിട്ടാണ്. ലിഥിയം ഓക്സിഡേഷൻ നടന്ന് ലിഥിയം പ്ലസ് ആയിട്ട് മാറും. സോ ലിഥിയം പ്ലസ് ആണ് സ്റ്റേബിൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലിഥിയത്തെ എപ്പോൾ എടുത്താലും ലിഥിയം തൻ്റെ ഇലക്ട്രോണിനെ കളഞ്ഞ് ഓക്സിഡേഷൻ നടന്ന് ലിഥിയം പ്ലസ് ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഓക്സിഡേഷൻ നടക്കുന്നതുകൊണ്ട് ലിഥിയത്തെ നമ്മൾ വിളിക്കുന്ന പേര് പവർഫുൾ റെഡ്യൂസിങ് ഏജന്റ്. അതായത് സ്വന്തമായിട്ട് ഓക്സിഡേഷൻ നടന്ന് ഇലക്ട്രോണിനെ കളഞ്ഞ് ആ ഇലക്ട്രോൺ വേറൊരാൾക്ക് കൊടുത്ത് അയാൾക്ക് റിഡക്ഷൻ ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ റെഡ്യൂസിങ് ഏജന്റ്, വേറൊരാളെ റെഡ്യൂസ് ചെയ്യിപ്പിക്കും. അയാൾക്ക് സംഭവിക്കുന്ന ഓക്സിഡേഷൻ, വേറൊരാൾക്ക് റിഡക്ഷൻ. തിരിച്ചുള്ള പ്രോസസ്സ് പോസിബിൾ അല്ല. ലിഥിയം പ്ലസ് ലിഥിയമായിട്ട് മാറത്തില്ല, ഇത് റിഡക്ഷനാണ്. അതിനുള്ള കഴിവ് ലിഥിയത്തിന് കുറവാണ്. അതുകൊണ്ടാണ് റിയാക്ടിവിറ്റി സീരീസിൽ ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ ടോപ്പിൽ വന്നേക്കുന്നത്. ഇനി ഏറ്റവും താഴെ കിടക്കുന്ന ആളാണ് ഫ്ലൂറിനാണ്. ആ റിയാക്ഷൻ ആണെന്ന് എഴുതാം. F2 ഇലക്ട്രോണിനെ വാങ്ങിച്ച് F- ആയിട്ട് മാറുന്നു. 2 ഇലക്ട്രോണെ മേടിച്ച് 2 F- ആട്ടോ. കുറയുന്ന പ്രോസസ്സ് റിഡക്ഷനാണ്. ഇലക്ട്രോൺ ലെഫ്റ്റ് സൈഡിലാണ്. ഇതൊരു റിഡക്ഷൻ ചെയ്യാനുള്ള കഴിവ് ഏറ്റവും കൂടുതലാണ്. കാരണം ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ ഏറ്റവും താഴെ വരുന്ന ആൾക്ക് റിഡക്ഷൻ നടക്കാനുള്ള ചാൻസ് ഏറ്റവും കൂടുതലാണ്. അപ്പോൾ ഇയാളായിരിക്കും ഏറ്റവും കൂടുതൽ റിഡക്ഷൻ തരുന്നത്. റിഡക്ഷൻ മീൻസ് F2 എന്തായിട്ട് മാറുന്നു? F-. ഇവിടെ 0, ഇത് മൈനസ് ആയിട്ട് മാറുന്നു. കുറയുന്ന പ്രോസസ്സാണ് റിഡക്ഷൻ. സോ F- ആയിരിക്കും സ്റ്റേബിൾ. അപ്പം നിങ്ങൾ എപ്പോൾ F2 എടുത്താലും അത് ഓൺ ദ സ്പോട്ടിൽ F- ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതായത് F2 എന്ന് പറയുന്ന ആൾ ഇലക്ട്രോണിനെ പെട്ടെന്ന് തന്നെ വാങ്ങിക്കും. ഇലക്ട്രോണിനെ വാങ്ങിക്കുന്ന ആൾക്കാർക്ക് റിഡക്ഷൻ, അതായത് ഇയാളൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആയിരിക്കും. അതായത് F2 പെട്ടെന്ന് തന്നെ F- ആയിട്ട് മാറി ഇലക്ട്രോണിനെ കളയും. ഇലക്ട്രോണിനെ വാങ്ങിക്കും. ഇലക്ട്രോണിനെ മേടിക്കണമെങ്കിൽ ആരെങ്കിലും ഇലക്ട്രോണിനെ കളയാൻ റെഡി ആവണം. അപ്പോൾ ഫ്ലൂറിൻ ചെന്ന് ആരെങ്കിലും കൊണ്ട് ഇലക്ട്രോണിനെ കളയിപ്പിച്ച് ആ ഇലക്ട്രോണിനെ വാങ്ങിച്ച് റിഡക്ഷൻ നടന്ന, എന്നാൽ അയാൾക്ക് സംഭവിക്കുന്ന ഓക്സിഡേഷൻ. അതുകൊണ്ടാണ് ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് വിളിക്കുന്നത്. അയാൾക്ക് ഫ്ലൂറിന് റിഡക്ഷനും ഫ്ലൂറിൻ കാരണം വേറൊരാൾക്ക് ഓക്സിഡേഷനും സംഭവിക്കും. കാരണം ഫ്ലൂറിൻ റിഡക്ഷൻ നടക്കുമ്പോൾ ഫ്ലൂറിൻ ഇലക്ട്രോൺ വാങ്ങിക്കണം. ഇലക്ട്രോൺ വാങ്ങിക്കണമെങ്കിൽ ആരെങ്കിലും ഇലക്ട്രോൺ കൊടുക്കാൻ റെഡി ആവണം. അപ്പോൾ ഫ്ലൂറിൻ ചെന്ന് നിർബന്ധിച്ച് ഇലക്ട്രോണിനെ അയാളെ കൊണ്ട് കളഞ്ഞ് അത് എടുത്ത് F- ആയിട്ട് മാറും. ഇതാണ് കേസ്. ഇടയ്ക്ക് വെച്ച് ഞാൻ ഹൈഡ്രജനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടോ, ബോലോട്ട് നോക്കിക്കോണേ. ഇടയ്ക്ക് വെച്ച് ഞാൻ ഹൈഡ്രജനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടേ. ഹൈഡ്രജൻ്റെ ഒരു കാര്യം പറയാൻ പോകുന്നത്. ഇടയ്ക്ക് വെച്ച് നമ്മൾ ഹൈഡ്രജനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മാത്രം വായിച്ചാൽ മതി, അപ്പുറത്തെ സൈഡ് വായിക്കണ്ട. ഇടയ്ക്ക് വെച്ച് ഞാൻ ആരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? ഹൈഡ്രജനെ. കണ്ടോ, നീ പറയുന്നത് കേട്ടോണേ. ഹൈഡ്രജന് മുകളിലോട്ട് എന്തുവാ? ഓക്സിഡേഷൻ. കറക്റ്റാണോ? കാരണം താഴോട്ട് വരുന്തോറും റിഡക്ഷൻ. അപ്പം ഇവരെയൊക്കെ കാട്ടി റിഡക്ഷൻ ചെയ്യാനുള്ള കഴിവ് കൂടുതലാണ് ഹൈഡ്രജന്. അപ്പോൾ ഈ ഹൈഡ്രജന് റിഡക്ഷനും മുകളിലോട്ട് ഓക്സിഡേഷനും. കാരണം ഹൈഡ്രജനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവർക്കെല്ലാം ഓക്സിഡേഷനാണ്, ഹൈഡ്രജനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവർക്കെല്ലാം റിഡക്ഷനാണ്. അപ്പോൾ താഴോട്ട് റിഡക്ഷൻ, കാരണം താഴോട്ട് വരുന്ന റിഡക്ഷൻ കൂടുന്നവരാണ്. ഇതിനെക്കാട്ടി റിഡക്ഷൻ ചെയ്യാനുള്ള കഴിവ് കൂടുതലാണ് ഇയാൾക്ക്. അപ്പം ഇയാളും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഇയാൾക്ക് ഓക്സിഡേഷൻ, ഇയാൾക്ക് റിഡക്ഷൻ. താഴോട്ട് വരുന്ന റിഡക്ഷൻ കൂടി വരിക. ശരിയല്ലേ? ഇനി പറയുന്നത് കേട്ടോണേ. ഇതിന്റെ മുകളിൽ വരുന്ന ആൾക്കാർക്ക് ഓക്സിഡേഷൻ, അതാണെങ്കിൽ ഹൈഡ്രജന് സംഭവിക്കുന്നത് റിഡക്ഷൻ. ഹൈഡ്രജന്റെ റിഡക്ഷൻ എന്തുവാ? +0 ആയിട്ട് മാറുന്നു. ഇതല്ലേ റിഡക്ഷൻ? അതിനർത്ഥം ഇതും ഇതിന്റെ ഹൈഡ്രജൻ ഇലക്ട്രോണിന്റെ മുകളിൽ വരുന്ന ആൾക്കാർക്ക് ഓക്സിഡേഷനും ഹൈഡ്രജൻ ഇലക്ട്രോണിന് റിഡക്ഷനും. റിഡക്ഷൻ മീൻസ് H+ എന്തായിട്ട് മാറും? H2. ദാറ്റ് മീൻസ് ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ആവും. അതായത് ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ ഷീക്ക് മുകളിൽ വരുന്ന ആൾക്കാർക്ക് ഓക്സിഡേഷൻ സംഭവിക്കുന്നു, അതുവഴി ഷീക്ക് റിഡക്ഷൻ സംഭവിക്കുന്നു. അപ്പോൾ ഷീക്ക് റിഡക്ഷൻ മീൻസ് ഏത് ഗ്യാസ് പുറത്തു വരുന്നു? ഹൈഡ്രജൻ ഗ്യാസ്. ദാറ്റ് മീൻസ് ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ ഹൈഡ്രജന് മുകളിൽ കിടക്കുന്ന ആൾക്കാർക്ക് ഹൈഡ്രജനിൽ നിന്ന് ഈ ഷീയിൽ നിന്ന് ഹൈഡ്രജൻ ഗ്യാസിനെ കൊണ്ടുവരാം. ഹൈഡ്രജൻ ഗ്യാസ് ആയിരിക്കും ഇവിടെ പ്രൊഡ്യൂസ് ആവുന്നത്. കാരണം അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന റിയാക്ഷനാണ് റിഡക്ഷൻ. അതായത് H+ H2 ആയിട്ട് മാറുന്നതാണ് റിഡക്ഷൻ. അപ്പോൾ H2 ഉണ്ടാവും.
അപ്പോൾ ഈ ഹൈഡ്രജൻ ഇലക്ട്രോണിന് മുകളിലിരിക്കുന്ന ഇവർക്ക് 3 പേർക്കും ആരെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? ഹൈഡ്രജൻ. കാരണം ഇവർക്ക് 3 പേർക്ക് ഓക്സിഡേഷനാണ്, ഇയാൾക്ക് റിഡക്ഷൻ. ഇവരുടെ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇതാ സിങ്ക് 2+ ഉണ്ടാവും, K+ ഉണ്ടാവും, ലിഥിയം പ്ലസ്. പക്ഷേ ഇയാൾക്ക് റിഡക്ഷനാണ്, H+H2 ആയിട്ട് മാറും. അപ്പോൾ H2 പ്രൊഡ്യൂസ് ആവും. ഇനി ഇതിന്റെ താഴെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും റിഡക്ഷൻ. അതിനർത്ഥം ഇയാൾക്ക് സംഭവിക്കുന്നത് ഓക്സിഡേഷൻ. എന്ത് ഓക്സിഡേഷൻ? എന്താ 0+ ആയിട്ട് മാറും. ദാറ്റ് മീൻസ് H+ പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ഷീക്ക് താഴെ ഇരിക്കുന്നവർക്കെല്ലാം H+ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ഷീക്ക് മുകളിൽ ഇരിക്കുന്നവർക്കെല്ലാം ഹൈഡ്രജൻ ഗ്യാസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഷീയുടെ ഹൈഡ്രജനെ പ്രൊഡ്യൂസ് ചെയ്യോ അതോ വേറെ ആരെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യോ എന്നുള്ളത് നമുക്ക് ഇത് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ ഷിയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇലക്ട്രോ കെമിക്കൽ സീരീസ്. നെക്സ്റ്റ് നേൺസ്റ്റ് ഇക്വേഷൻ ആണ്. ഈ നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമുക്ക് സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ സെൽ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഈ സെൽ ഇസ് ഇക്വൽ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. ഇതെപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? കാഥോഡിൻ്റെയും ആനോഡിൻ്റെയും പൊട്ടൻഷ്യൽ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ കാഥോഡ് മൈനസ് ആനോഡ് എടുത്ത് നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാം. കാഥോഡിൻ്റെ ആനോഡിൻ്റെ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ കാഥോഡ് ആനോഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? അത് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് എന്താ സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ പറ്റും. എന്നാൽ കാഥോഡിൻ്റെ ആനോഡിൻ്റെയും പൊട്ടൻഷ്യൽ തന്നിട്ടില്ല. ആ സമയത്താണ് നിങ്ങൾ നേൺസ്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യുന്നത്. എന്താണെന്നറിയാമോ? ഈ സെൽ പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു E0 സെൽ. എന്ത് E0 സെൽ? സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ എ ഫിക്സഡ് വാല്യൂ. ഡാനിയൽ സെല്ലിന്റെ കേസിൽ 1.1 ആണ് E0 സെൽ മൈനസ് RT/NF ln നാച്ചുറൽ ലോഗ് എഴുതാം. Q എന്തുവാ? റിയാക്ഷൻ കോഷ്യന്റ്. Q നമ്മൾ കണ്ടുപിടിക്കുന്നത് കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. ഇതിനെയാണ് നിങ്ങൾ എന്തെന്ന് വിളിക്കുന്നത്? Q, റിയാക്ഷൻ കോഷ്യന്റ്. ഇക്വിലിബ്രിയത്തിൽ പഠിക്കുന്നതാണ്. ഇനി ഞാൻ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. E സെൽ ഇസ് ഈക്വൽ ടു E0 സെൽ മൈനസ് RT/NF. എല്ലാ ടേംസും പറയാമേ. ln പകരം 2.303 ലോഗ് എന്ന് കൊടുക്കുന്നു. ലോഗിലിട്ട് ചെയ്യുന്നത് നമുക്ക് എളുപ്പം. R എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ് അല്ലെ? വാല്യൂ വരുന്നത് 8.314. T ടെമ്പറേച്ചർ ആണ്. നമ്മൾ റൂം ടെമ്പറേച്ചറിലാണ് ചെയ്യുന്നത്, 298 കെൽവിൻ. N നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അത് ആ റിയാക്ഷൻ തന്നാലേ ആനോഡിലെയും കാഥോഡിലെയും ഇലക്ട്രോൺസിന്റെ കൗണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. ആനോഡിൽ നിന്ന് പോകുന്ന ഇലക്ട്രോൺസ് തന്നെയാണ് കാഥോഡിൽ എത്തുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരിടത്ത് ഇലക്ട്രോണിൻ്റെ എണ്ണം കണ്ടുപിടിച്ചാൽ മതി. F ഫാരഡേ കറണ്ട് ആണ്. ഫാരഡേ കറണ്ട് ഇതിന്റെ വാല്യൂ ഉണ്ട് 96,485 കൂളോ. ഫാരഡയുടെ വാല്യൂ. പിന്നെ Q റിയാക്ഷൻ കോഷ്യന്റ്. നമുക്ക് ഈ വാല്യൂസ് ഒക്കെ ഒന്ന് കൊടുത്ത് നോക്കാം കേട്ടോ. E സെൽ ഇസ് ഈക്വൽ ടു E0 സെൽ മൈനസ് ആറിന്റെ വാല്യൂ എത്ര? 8.314 ഇൻറ്റു ടെമ്പറേച്ചർ എത്ര? 298 ഇൻറ്റു 2.303 അല്ലെ? ഡിവൈഡഡ് ബൈ N. നമുക്ക് ഇക്വേഷൻ തന്നാലേ പറയാൻ പറ്റും. N ഇൻറ്റു 96,485 എഫിന്റെ വാല്യൂ. ദെൻ ലോഗ് Q. ഇത്രയും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന വാല്യൂ 0.0591 ആണ്. സോ E സെൽ ഇസ് ഈക്വൽ ടു E0 സെൽ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ മൈനസ് 0.0591 ഡിവൈഡഡ് ബൈ N ലോഗ് Q. ഇതാണ് നേൺസ്റ്റ് ഇക്വേഷൻ. ഇതിൽ E0 സെൽ ഫിക്സഡ് വാല്യൂ അത് നമുക്ക് തരും. Nന്റെ വാല്യൂ നമുക്ക് ഇക്വേഷനിൽ കണ്ടുപിടിക്കാം. Q നമുക്ക് പ്രൊഡക്റ്റിന്റെ റിയാക്ടിന് അത് ക്വസ്റ്റിനാ തരും. പ്രൊഡക്റ്റിന്റെ റിയാക്ടിന്റെ കോൺസെൻട്രേഷൻ ക്വസ്റ്റിനാ തരും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. ഇതാണ് ഇക്വേഷൻ. ഇതാണ് E0 മൈനസ് RT ഡിവൈഡ് ബൈ NF ln റെഡ്യൂസ്ഡ്. അങ്ങനെ വേണ്ട, ln Q എന്ന് പഠിച്ചാൽ മതി കേട്ടോ. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. സോ E സെൽ ഇസ് ഈക്വൽ ടു E0 സെൽ മൈനസ് RT/NF ln Q. അങ്ങനെ പഠിച്ചാൽ മതി. ഓക്കെ. പിന്നെ ആ RTയുടെ ടിയുടെ എഫിന്റെയും lnന്റെ 2.3 കൊടുക്കുമ്പോൾ കിട്ടുന്ന ഇക്വേഷനാണ് ഈ ഇക്വേഷൻ ln Q അല്ലേ? 0.059 ഡിവൈഡ് ബൈ ln Q ലോഗ് Q. കറക്റ്റ് അല്ലേ? ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിനകത്ത്
തെർമോഡൈനാമിക് ടേംസിലോട്ടൊക്കെ പിന്നെ പോകും. ഇതിനകത്ത് നമുക്ക് 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. അതിലൊന്ന്, എങ്ങനെ ഒരു നോൺ സ്റ്റിക്ക് ഇക്വേഷൻ എഴുതാം. നോൺ സ്റ്റിക്ക് ഇക്വേഷൻ എഴുതാൻ 2 കേസ് ഉണ്ട്. ഒന്ന് ഹാഫ് സെല്ലിൻ്റെ കേസും രണ്ടാമത്തത് കംപ്ലീറ്റ് സെല്ലിൻ്റെ കേസ്. ഞാൻ ആദ്യം ഹാഫ് സെല്ല് വെച്ചിട്ട് എങ്ങനെയാണ് നോൺ സ്റ്റിക്ക് ഇക്വേഷൻ എഴുതുന്നതെന്ന് പറയാം. എന്നിട്ട് കംപ്ലീറ്റ് സെല്ല് വെച്ചിട്ട് എങ്ങനെ നോൺ സ്റ്റിക്ക് ഇക്വേഷൻ എഴുതുമെന്ന് പറയാം. ആദ്യം ഹാഫ് സെല്ല് വെച്ചിട്ട് എങ്ങനെ നോൺ സ്റ്റിക്ക് ഇക്വേഷൻ എഴുതാമെന്ന് പറയാം. ഹാഫ് സെൽ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പകുതി സെല്ല. ദാ ആനോഡിലെ റിയാക്ഷൻ എടുക്കും. എന്തുവാ? Zn Zn2 + 2 ഇലക്ട്രോൺ. ശരിയല്ലേ? പക്ഷേ ഈ നോൺ സ്റ്റിക്ക് ഇക്വേഷനൊക്കെ ഫോർമുലേറ്റ് ചെയ്തേക്കുന്നത് റിഡക്ഷൻ പൊട്ടൻഷ്യലിന് വേണ്ടിയിട്ട് മാത്രമാണ്. പക്ഷേ ഇത് ഓക്സിഡേഷൻ പൊട്ടൻഷ്യലാണ്. ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ വെച്ചിട്ട് നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് ഇക്വേഷൻ എഴുതാൻ പറ്റത്തില്ല. നോൺ സ്റ്റിക്ക് ഇക്വേഷൻ വരുന്നത് റിഡക്ഷൻ പൊട്ടൻഷ്യലിന്. അപ്പം ഹാഫ് സെൽ റിയാക്ഷനാണ് നിങ്ങൾക്ക് തരുന്നതെങ്കിൽ അതിനെ റിഡക്ഷൻ ആക്കി നിങ്ങൾ എടുക്കാവും. അപ്പം ഇങ്ങനെ വരും: Zn2 + 2 ഇലക്ട്രോൺ ഗീവ്സ് Zn. അപ്പോൾ ഒറ്റ റിയാക്ഷനെ തന്നിട്ടുള്ളൂ എങ്കിൽ അത് റിഡക്ഷൻ ആണോ ഓക്സിഡേഷൻ ആണോ നോക്കുക. 0 2+ ആയിട്ട് മാറുന്നു, കൂടുന്നു, ഓക്സിഡേഷനാണ്. അല്ലെങ്കിലും ഇലക്ട്രോൺ റൈറ്റ് സൈഡിലാണ്, ഓക്സിഡേഷനാണ്. അങ്ങനെ വരുന്ന റിയാക്ഷനെ റിഡക്ഷൻ ആക്കിയിട്ട് നോൺ സ്റ്റിക്ക് ഇക്വേഷൻ എഴുതാവും. ഓക്കെ, എഴുതാം. ഈ സെല്ലെന്ന് എഴുതാൻ പറ്റൂ? ഒരിക്കലും ഇല്ല. സെല്ലെന്ന് എഴുതണമെങ്കിൽ കാഥോഡും ആനോഡും രണ്ടും വേണം. ഇതൊരു ഇലക്ട്രോഡ് റിയാക്ഷനാണ്. ഇലക്ട്രോഡ് റിയാക്ഷൻ എങ്ങനെ എഴുതേണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ലേ. സിങ്ക് 2+ എന്തായിട്ട് മാറുന്നു? സിങ്ക്. കറക്റ്റ് അല്ലേ? ഈക്വൽ ടു E0 സിങ്ക് 2+ ബാർ സിങ്ക് മൈനസ്. ശരിയാണോ? സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ. ഇനി എന്തുവാ? 0.0591 മറ്റേ RT/F 2.3 നോട്ട് ഇത്രയും കൂടെ ചേർത്ത് 0.0591 ഡിവൈഡഡ് ബൈ n നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്ര? 2 ലോഗ് പ്രൊഡക്റ്റിൽ ആരാ? സിങ്ക്. സോ കോൺസെൻട്രേഷൻ ഓഫ് സിങ്ക്. ക്യൂവിന്റെ കേസാണ് പറയുന്നത്. ക്യൂ നമ്മൾ എഴുതുന്ന കാര്യം ഞാൻ പറഞ്ഞ പ്രൊഡക്റ്റ് ബൈ റിയാക്ടൻ്റാ. റിയാക്ടൻ്റ് ആരാ? Zn2+. ഇനി IUPACയുടെ റൂൾ അനുസരിച്ച് കോൺസെൻട്രേഷൻ ഓഫ് ചാർജ് ഇല്ലാത്ത സ്പീഷ്യസ് 1 ആണ്. സോ ചാർജ് ഇല്ലാത്ത സ്പീഷ്യസിന്റെ വാല്യൂ 1 ആണ്. ചാർജ് ഉള്ളവരുടെ മാത്രം വാല്യൂവേ ക്വസ്റ്റ്യൻ അത് തരുത്തോളൂ. ചാർജ് ഇല്ലാത്തവരുടെ ആക്ടിവിറ്റി നമ്മൾ 1 ആക്കി വെച്ചേക്കുക. 1 ആണ് Zn-ന്റെ വാല്യൂ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനകത്ത് Zn2+ന്റെ വാല്യൂ ക്വസ്റ്റ്യൻ തരും, E0 വാല്യൂ ക്വസ്റ്റ്യൻ തരും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. ഇതാണ് പകുതി സെല്ലിൻ്റെ. വേറെ കേൾക്കും. Cu2+ + 2 ഇലക്ട്രോൺ ഗീവ്സ് Cu. ഫസ്റ്റ് നോക്കേണ്ടത് റിഡക്ഷൻ ആണോ ഓക്സിഡേഷൻ ആണോ? റിഡക്ഷൻ ആണ്. ഇലക്ട്രോൺ ലെഫ്റ്റ് സൈഡാണ്, അല്ലെങ്കിൽ തന്നെ 2 + 0 ആയിട്ട് മാറുന്നു, റിഡക്ഷൻ ആണ്. പറഞ്ഞേ ഈ Cu2+ ബാർ Cu = ശരിയല്ലേ? ശരിയാണ്. E0 Cu2+ ബാർ Cu മൈനസ് 0.0591. ഈ 0.0591 ചില ബുക്കിലൊക്കെ 0.06 എടുക്കാൻ പറയും കേട്ടോ. എളുപ്പത്തിന് വേണ്ടി നമുക്ക് അങ്ങനെ എടുക്കാം. 0.06 ഡിവൈഡ് ബൈ n. എത്ര? 2 ലോഗ് പ്രൊഡക്റ്റ് ആരാ? Cu. Cuവിന് ചാർജ് ഇല്ലല്ലോ, പക്ഷേ Cu എന്ന് എഴുതിയാൽ അവസാനം നിങ്ങൾ 1 ആക്കേണ്ടി വരും. സോ ഞാൻ 1 എന്ന് എഴുതുന്നു. ചാർജ് ഇല്ലാത്ത ഇപ്പം പ്രൊഡക്റ്റ് ബൈ റിയാക്ടൻ്റ് അല്ലേ, പ്രൊഡക്റ്റിലാകപ്പാടെ Cu മാത്രമേ ഉള്ളൂ. ഇപ്പം സ്ക്വയർ ബ്രാക്കറ്റിൽ Cu എന്ന് എനിക്ക് അവിടെ എഴുതാം, പക്ഷേ എഴുതിയാൽ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ 1 എന്ന് എഴുതണം. സോ ഞാൻ ഇപ്പോഴേ 1 എന്ന് എഴുതുന്നു. ഡിവൈഡ് ബൈ പ്രൊഡക്റ്റ് റിയാക്ടൻ്റിൽ ആരാ? Cu. Cuവിന് ചാർജ് ഉണ്ടല്ലോ, സോ എഴുതണം. ഇത് ക്വസ്റ്റിനകത്ത് കാണും, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കും. ഇതാണ് ഹാഫ് സെല്ല് തരുമ്പോൾ ചെയ്യേണ്ടത്. ഇനി ഇതൊരു കംപ്ലീറ്റ് സെല്ലായിരുന്നെങ്കിൽ, അതായത് ആനോടും ഉണ്ട് കാഥോടും ഉണ്ട്, രണ്ടും ഉണ്ട്. കംപ്ലീറ്റ് സെല്ലായിരുന്നെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇതാ Zn ഗീവ്സ് Zn2+ + 2 ഇലക്ട്രോൺ. Cu2+ + 2 ഇലക്ട്രോൺ ഗീവ്സ് Cu. കണ്ടോ? ആനോടും ഉണ്ട് കാഥോടും ഉണ്ട് അല്ലേ? ഇതാ ഇവിടെ ഇലക്ട്രോൺ അപ്പുറത്ത് ആനോഡ് ഓക്സിഡേഷൻ, ഇലക്ട്രോൺ ഇപ്പുറത്ത് കാഥോഡ് റിഡക്ഷൻ. ഇങ്ങനെ വരുന്ന കേസിൽ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് ഒറ്റ ഇക്വേഷൻ ആക്കുക. എന്നിട്ട് നോൺ സ്റ്റിക്ക് ഇക്വേഷൻ എഴുതാവും. ഒറ്റ ഇക്വേഷൻ ആക്കിയിട്ട് അപ്പം ആ സമയത്ത് നിങ്ങൾ ആനോഡിനെ തിരിക്കൊന്നും വേണ്ട, അങ്ങനെ തന്നെ ഇട്ടാൽ മതി. ആനോഡിനെ അങ്ങനെ തന്നെ ഇട്ട് നോൺ സ്റ്റിക്ക് ഇക്വേഷൻ എഴുതാം. ഇലക്ട്രോണും കട്ടായി പോകും. ഇലക്ട്രോൺ ഇങ്ങനെ സെയിം ആയിരിക്കണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇത് തിരിക്കൊന്നും ചെയ്യരുത്. ഇത് ഒറ്റയ്ക്ക് വരുമ്പോൾ മാത്രമാണ് നിങ്ങൾ റിഡക്ഷൻ ആക്കിയിട്ട് നോൺ സ്റ്റിക്ക് ഇക്വേഷൻ എഴുതേണ്ടത്. അല്ലാതെ വരുമ്പോൾ നിങ്ങൾ രണ്ടും കൂടെ ആഡ് ചെയ്യുക, എന്നിട്ട് ഒറ്റ ഇക്വേഷൻ ആക്കുക. ഒന്നും തിരിക്കൊന്നും ചെയ്യരുത്. ഒറ്റയ്ക്ക് വരുമ്പോൾ മാത്രമേ ആനോഡിന് ഓക്സിഡേഷൻ നടക്കുന്നുണ്ടെങ്കിൽ തിരിക്കാവൂ. 2 റിയാക്ഷൻ കൂടെ ഉണ്ടെങ്കിൽ രണ്ടും കൂടെ ചേർത്തങ്ങ് എഴുതിയാൽ മതി. ഒന്നിനും തിരിക്കാനോ മറിക്കാനോ ഒന്നും നിൽക്കണ്ട. എന്ത് കിട്ടും? ആരോ കൊടുക്കുക. ലെഫ്റ്റ് സൈഡിൽ ആരൊക്കെയാ ഉള്ളത്? Zn-ഉം Cu2+. റൈറ്റ് സൈഡിൽ ആരൊക്കെയാ? Zn2+ഉം Cu.
നോൺസ്റ്റിക്കേഷൻ എഴുതാം. നോക്കിക്കേ, ഈ സെൽ എന്ന് എഴുതാമല്ലോ, ആനോടും കാതോടും ഉണ്ട്, സെല്ലാണ്. ഈ സെൽ ഇസ് ഈക്വൽ ടു E0 സെൽ മൈനസ്, ഇവിടെ ആനോട് മാത്രം ഉള്ളതുകൊണ്ടാണ് അതിന്റെ റിയാക്ഷൻ എഴുതുന്നത്, സെല്ലല്ല ഇലക്ട്രോഡാണ്. 0.0591 ഡിവൈഡഡ് ബൈ n. എത്ര? ഏതെങ്കിലും ഒരിടത്ത് ഇലക്ട്രോണിന്റെ ആണ്, അത് തന്നെ അപ്പുറവും ചെല്ലുന്ന 2 ലോഗ്. പ്രൊഡക്റ്റിൽ ആരൊക്കെയാ ഉള്ളത്? ഇസഡൻ2 പ്ലസും സിയു. ഞാൻ എഴുതുന്നില്ല, സിയുനെ എഴുതിയാലും പിന്നെ 1 കൊടുക്കേണ്ടി വരും. സോ ഞാൻ ഇസഡൻ2 പ്ലസ് മാത്രമേ എഴുതുന്നുള്ളൂ. ഇവിടെ സിങ്ക് എഴുതുന്നില്ല, ആരെ മാത്രമേ എഴുതുന്നുള്ളൂ? Cu2 പ്ലസ്. ഇതാണ് റിയാക്ഷൻ. കണ്ടോ, സിമ്പിൾ. ഇത് എഴുതാൻ അറിഞ്ഞിരിക്കണം, കാരണം നമുക്ക് പ്രോബ്ലംസ് ചോദിക്കാം. ഇനി വേറൊരു കേസ് ചെയ്യാം. ഇതാണ് നമ്മുടെ റിയാക്ഷൻ. വേണ്ട, ഇലക്ട്രോൺ അപ്പുറം ആനോട്, ഇലക്ട്രോൺ ഇപ്പുറം കാതോട്, രണ്ടും ഉണ്ട്. അപ്പം ആഡ് ചെയ്തോട്ട് ഇക്വേഷൻ ആക്കാം. പക്ഷെ പ്രശ്നം, ആഡ് ചെയ്യുമ്പോൾ ഇലക്ട്രോണിൻ്റെ എണ്ണം സെയിം ആയിരിക്കണം. 2 1 സെയിം അല്ല, സോ സെയിം ആക്കണം. സോ ഞാനിതിന് 2 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. 2 2 2 ഇൻറ്റു ചെയ്യുമ്പോൾ മൊത്തത്തിന് ചെയ്യണം. ഇലക്ട്രോൺ കട്ടാക്കുന്നു, ആര കൊടുക്കുന്നു. ലെഫ്റ്റ് സൈഡിൽ ആരൊക്കെയാ? Mn-ഉം 2 Ag പ്ലസും, ശരിയല്ലേ? റൈറ്റ് സൈഡിൽ ആരൊക്കെയാ? Mn2 പ്ലസും 2 Ag. ഞാൻ സിറ്റുവേഷൻ എഴുതുന്നു. സെല്ലെന്ന് എഴുതാമല്ലോ, എഴുതാം. ഈ സെൽ ഇസ് ഈക്വൽ ടു E0 സെൽ. ഇത് ക്വസ്റ്റ്യനകത്ത് കാണും. ഇനി E0 സെൽ ഇല്ലെങ്കിൽ E0 ആനോടും E0 കാതോടും കാണും. ആനോടും കാതോടും സെപ്പറേറ്റ് തരും. അത് രണ്ടും കൂടെ മൈനസ് ചെയ്താൽ E0 സെല്ലാവും. E0 സെൽ മൈനസ് 0.0591 ഡിവൈഡഡ് ബൈ n. ഇവിടുത്തെ ഒരിടത്തെങ്കിലും ഇലക്ട്രോൺ 2 ലോഗ് പ്രോഡക്റ്റ് Mn2 പ്ലസും 2Ag. 2Ag എഴുതണ്ട, ചാർജ് ഇല്ലാത്തതുകൊണ്ട് എഴുതണ്ട. സോ Mn2 പ്ലസ് മാത്രം മതി. ഇനി റിയാക്റ്റന്റിൽ Mn എഴുതണ്ട, 2Ag പ്ലസ്. അപ്പൊ Ag പ്ലസ് എന്ന് മാത്രം എഴുതുക, 2Ag പ്ലസ് എന്ന് എഴുതരുത്. എന്നിട്ട് 2നെ എന്താക്കി കൊടുക്കുക? പവർ ആക്കി കൊടുക്കുക. 3 ആണെങ്കിൽ 3നെ പവർ ആക്കി കൊടുക്കുക. ഇതാണ് നോൺസ്റ്റിറ്റ്യൂഷൻ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇതാണ് ഒരു ടൈപ്പ്. ഇനി ഇതിനകത്ത് നിന്ന് വേറൊരു ക്വസ്റ്റ്യനും കൂടെ ചോദിക്കും. ക്വസ്റ്റ്യൻ ചെയ്യുന്ന ടൈപ്പ് എല്ലാം ഒന്ന് പറയുക, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും. കേട്ടോണേ, ഇതൊന്ന് പഠിച്ചു വെച്ചോണേ. ആനോട് നടക്കുന്ന പ്രോസസ് എന്തുവാ? ഓക്സിഡേഷൻ. അത് നടക്കുന്ന ആളെ വിളിക്കുന്ന പേര് റെഡ്യൂസിങ് ഏജന്റ്, അല്ലെ? വേറൊരു പേര് റിഡക്റ്റന്റ്, വേറൊരു പേര് റെഡ്യൂസിങ് പവർ. ഇതിലേത് ചോദിച്ചാലും ആനോഡിനെ വേണം കണ്ടുപിടിക്കാൻ. ഇതിൽ ഏത് ചോദിച്ചാലും, റിഡക്റ്റന്റ് ആവട്ടെ, റെഡ്യൂസിങ് പവർ ആവട്ടെ, റെഡ്യൂസിങ് ഏജന്റ് ആവട്ടെ, ഓക്സിഡേഷൻ നടക്കുന്ന ആളാണെന്ന് ചോദിച്ചാൽ ആനോഡ്. ഇതെല്ലാം ആനോഡ്. കാതോട് പറഞ്ഞ നടക്കുന്ന പ്രോസസ് എന്തോ? റിഡക്ഷൻ. നടക്കുന്ന ആളെ വിളിക്കുന്ന പേര് ഓക്സിഡൈസിങ് ഏജന്റ്, ഓക്സിഡന്റ്, ഓക്സിഡൈസിങ് പവർ. കണ്ടോ? കാതോട്, റിഡക്ഷൻ, ഓക്സിഡൈസിങ് ഏജന്റ്, ഓക്സിഡന്റ്, ഓക്സിഡൈസിങ് പവർ. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി എങ്ങനെയാണ് ഇതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ തരും. എക്സിന്റെ വാല്യൂ -2.7 വോൾട്ട്, വൈയുടെ വാല്യൂ -1.9 വോൾട്ട്. ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ബെറ്റർ ഓക്സിഡൈസിങ് ഏജന്റ്? അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് ഓക്സിഡൈസിങ് ഏജന്റിനെ കണ്ടുപിടിക്കണം. ദാറ്റ് മീൻസ് കാതോഡിനെ കണ്ടുപിടിക്കണം. ഇതിൽ ആരാണ് ബെറ്റർ കാതോഡ്? നമുക്കറിയാം, തന്നിരിക്കുന്ന സിമ്പിളാണ്. തൊട്ട് മുന്നേ പറഞ്ഞായിരുന്നു, സിമ്പിൾ തരുമ്പോൾ കാതോഡിനെയും ആനോഡിനെയും ചൂസ് ചെയ്യാൻ എനിക്കറിയാം. റിയാക്ഷൻ തന്നിട്ടില്ല, ഒന്നും തന്നിട്ടില്ല. സിമ്പിൾ മാത്രം തരുമ്പോൾ രണ്ടും റിഡക്ഷൻ ആയിട്ട് പരിഗണിക്കുക. സിമ്പിൾ തരുമ്പോൾ രണ്ടും റിഡക്ഷൻ ആണ്.
സിമ്പിൾ തരുമ്പോൾ റിഡക്ഷൻ ആണ് തന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതിൽ വലിയ വാല്യൂവിനെ കാതോടും. എപ്പോഴും മനസ്സിലാക്കുക, തന്നിരിക്കുന്ന റിഡക്ഷൻ ആണെങ്കിൽ സിമ്പിൾ ആയതുകൊണ്ട് എന്തായാലും റിഡക്ഷൻ ആയിരിക്കും. തന്നിരിക്കുന്ന റിഡക്ഷൻ ആണെങ്കിൽ വലിയ വാല്യൂ കാതോട്, തന്നിരിക്കുന്ന ഓക്സിഡേഷൻ ആണെങ്കിൽ വലിയ വാല്യൂ ആനോഡ്. സോ സിമ്പിൾ ആയതുകൊണ്ട് ഉറപ്പായിട്ടും ഇത് റിഡക്ഷൻ ആയിരിക്കും. ഇതിനകത്ത് വലിയ വാല്യൂ ഏതാ? -1.9. ഇതിനെക്കാട്ടിയും വലിയ വാല്യൂ ഇതാ. സോ ഇതായിരിക്കും നമ്മുടെ കാതോഡ്. ഇത് നമ്മുടെ ആനോഡായിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. സോ ആൻസർ ഏതാ? വൈ ആണ് ബെറ്റർ എന്താ ഓക്സിഡൈസിങ് ഏജന്റ്. ആയി നോക്കിക്കേ, എയുടെ വാല്യൂ 1.9 വോൾട്ട്, ബിയുടെ വാല്യൂ -1.3 വോൾട്ട്, സിയുടെ വാല്യൂ 0.9 വോൾട്ട്. ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ബെറ്റർ റിഡക്റ്റന്റ്, അല്ലെങ്കിൽ ആരാണ് റെഡ്യൂസിങ് പവർ കൂടിയ ആള്? ഇതിൽ ആരാണ് റെഡ്യൂസിങ് പവർ കൂടിയ ആള്? റെഡ്യൂസിങ് പവർ കൂടിയ ആൾ നോക്കാം. അപ്പം സിമ്പിൾസ് ആണ് നമുക്ക് തന്നേക്കുന്നത്. കാരണം എന്താ, ഇത് ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ എന്ന് അറിഞ്ഞാലേ വലിയ വാല്യൂവിന് ഏതാക്കണം. ഇതിനകത്ത് നമുക്ക് ഒന്ന് റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ, ആനോഡിലെയും കാതോഡിലെയും റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ ആനോഡ് കാതോഡ് ചൂസ് ചെയ്യാം. റിയാക്ഷൻ തന്നില്ലെങ്കിൽ നമ്മൾ വാല്യൂ വെച്ചിട്ടാ ആനോഡ് കാതോഡ് ചൂസ് ചെയ്യുന്നത്. ഈ വാല്യൂ വെച്ച് ചൂസ് ചെയ്യുന്ന 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്ന് സിമ്പിൾ തരും, സിമ്പിൾ ആണെങ്കിൽ റിഡക്ഷൻ ആണെന്ന് പറഞ്ഞ് എടുത്താൽ മതി, റിഡക്ഷൻ ആണെങ്കിൽ വലിയ വാല്യൂ കാതോഡ്. മറ്റേ എന്നും പറഞ്ഞ് തരുമ്പോൾ അതിനകത്തുള്ള റിയാക്ഷൻ നോക്കണം, റിഡക്ഷൻ ആണോ ഓക്സിഡേഷൻ ആണോ. റിഡക്ഷൻ ആണെങ്കിൽ വലിയ വാല്യൂ കാതോഡ്, ഓക്സിഡേഷൻ ആണെങ്കിൽ വലിയ വാല്യൂ ആനോഡ്. കേട്ടോ, അപ്പോൾ ഇതെല്ലാം സിമ്പിൾസ് ആയതുകൊണ്ട് ഇതെല്ലാം റിഡക്ഷൻ ആയിരിക്കും തന്നിരിക്കുന്നത്. സോ വലിയ വാല്യൂ കാതോഡ്. വലിയ വാല്യൂ ഏതാ? 1.9. സോ ഇത് ഫസ്റ്റ് കാതോഡാകാൻ ഏറ്റവും ചാൻസ് കൂടിയ ആള്. പിന്നെ നെക്സ്റ്റ് വലിയ വാല്യൂ ഏതാ? 0.9. സോ ഇത് സെക്കൻഡ് കാതോഡാകാൻ ചാൻസ് സെക്കൻഡ് ആയിട്ടുള്ള ആള്. ഇത് തേർഡ് കാതോഡാകാൻ ചാൻസ് ഏറ്റവും കുറഞ്ഞ ആള്. നമുക്ക് വേണ്ടത് റെഡ്യൂസിങ് പവറാണ്. റെഡ്യൂസിങ് പവർ എന്ന് പറയുമ്പോൾ ആനോഡ് എന്ന് പറയുന്ന ആള് കാതോഡാകാൻ ചാൻസ് കുറഞ്ഞ ആള്, ആനോഡാകാൻ ചാൻസ് കൂടിയ ആള്. സോ ഇതായിരിക്കും നമ്മുടെ ഫസ്റ്റ് ആനോഡ്, ഇത് സെക്കൻഡ് ആനോഡ്, ഇത് തേർഡ് ആനോഡ്. കാതോഡാകാൻ ചാൻസ് കൂടിയ ആള്, ആനോഡാകാൻ ചാൻസ് കുറഞ്ഞ ആള്. സോ നമുക്ക് ആനോഡിനെയാണ് വേണ്ടത്, ബി. അത് തന്നെ ചോദിക്കുകയാണ്, അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് റെഡ്യൂസിങ് പവർ അല്ലെങ്കിൽ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഓക്സിഡൈസിങ് പവർ എന്ന് ചോദിക്കുക. ഇൻക്രീസിങ് ഓർഡർ എന്ന് പറയുമ്പോഴത്തേക്ക് ചെറുതിന്ന് വലുതിലോട്ട് അതെങ്ങനെ പോകണം. ഇൻക്രീസിങ് ഓർഡർ ചെറുത് വേണം ഇവിടെ എഴുതാൻ, വലുത് വേണം ഇവിടെ എഴുതാൻ. ഡിക്രീസിങ് ഓർഡർ ആകുമ്പോൾ വലുത് വേണം ഇവിടെ എഴുതാൻ, പിന്നെ എന്തിലോട്ട് പോകണം? ചെറുതിലോട്ട് പോകണം. ഈ ഓർഡർ തെറ്റിപ്പോരുത്. ചോദിച്ചേക്കുന്നത് ഇൻക്രീസിങ് ഓർഡർ ആണ്. ഏത് പവറാ? ഓക്സിഡൈസിങ് പവർ. ദാറ്റ് മീൻസ് കാതോഡിനെ കണ്ടുപിടിക്കണം. ഇൻക്രീസിങ് ഓർഡർ എന്ന് പറയുമ്പോൾ കാതോഡാകാൻ ചാൻസ് കുറഞ്ഞ ആൾ ഇവിടെ, അങ്ങോട്ട് പോകുന്തോറും കാതോഡാകാൻ ചാൻസ് കൂടിയ ആളാവണം, എങ്കിലേ ഇൻക്രീസിങ് ഓർഡർ ആവും. അല്ല, ഇൻക്രീസിങ് ഓർഡർ ആകുമ്പോൾ എന്ന് പറയുമ്പോൾ ഓക്സിഡൈസിങ് പവറിന് ഇൻക്രീസിങ് ഓർഡർ ആകുമ്പോൾ കാതോഡിന് ഇൻക്രീസിങ് ഓർഡർ മീൻസ് കാതോഡാവാൻ ചാൻസ് കുറഞ്ഞ ആൾ ഇവിടെ, അങ്ങോട്ട് പോകുന്നത് കൂടി വേണം. കാതോഡാകാൻ ചാൻസ് കുറവാരാ? തേർഡ് കാതോഡ്, ബി. അതിനെക്കാട്ടും ചാൻസ് കൂടുതലാണ് സെക്കൻഡ് കാതോഡ്, സി. അതിനെക്കാട്ടും ചാൻസ് കൂടുതലാരാ? ഇതാണ് നെക്സ്റ്റ് കേസ്. ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. മസ്റ്റായിട്ടും പഠിച്ചു വെച്ചോണം, ഉറപ്പായിട്ട് ചോദിക്കും. ഇതൊരു കേസ്. ഇനി അടുത്തൊരു കേസ് ഉണ്ട്. അതെങ്ങനെയാണെന്ന് അറിയാമോ? ഇതേ ക്വസ്റ്റ്യൻ തന്നെടാ, ഇതേ ക്വസ്റ്റ്യൻ ഓഫ് പാറ്റേൺ തന്നെ, മാറ്റമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ സിമ്പിൾ തരത്തില്ല. കാരണം ഈ സിമ്പിൾ തരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഉറപ്പായി ഇത് റിഡക്ഷൻ ആണെന്ന് കേട്ടോ. സിമ്പിൾ തരാതെ ഇങ്ങനെ തരും. പക്ഷെ ഇവിടെ നമുക്ക് വേറൊരു ട്രിക്കി ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ചോദിക്കുകയാണ്, വിച്ച് ഈസ് ബെറ്റർ ഓക്സിഡൈസിങ് ഏജന്റ്? ഓപ്ഷൻ എ Cu2+, ഓപ്ഷൻ ബി Cu, ഓപ്ഷൻ ഡി സിങ്ക് 2+, ഓപ്ഷൻ സി സിങ്ക്. ഏത് ഏജന്റാ? ഓക്സിഡൈസിങ് ഏജന്റ്. സോ യു ഹാവ് ടു ഫൈൻഡ് കാതോഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് രണ്ടുമാണ് നമ്മുടെ വാല്യൂസ്.
ഇതിൽ നിന്ന് ഞാൻ കാതോഡിനെ കണ്ടുപിടിക്കണം. അപ്പം നോക്കണം, സിമ്പിൾ അല്ല തന്നേക്കുന്നത്. സിമ്പിൾ ആയിരുന്നെങ്കിൽ കണ്ണു അടച്ച് പറയായിരുന്നു രണ്ടും റിഡക്ഷൻ ആണ്, വലിയ വാല്യൂ കാതോഡ്. ഇപ്പം നമുക്ക് ഈ തന്നതുകൊണ്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. റിഡക്ഷൻ തന്നെ ആയിരിക്കും. Cu2 പ്ലസ് Cu കുറയുന്നു, റിഡക്ഷനാണ്. ഒരെണ്ണം റിഡക്ഷൻ ആണോ, അടുത്തതും റിഡക്ഷൻ ആയിരിക്കും. സിങ്ക് 2 പ്ലസ് സിങ്ക് റിഡക്ഷൻ. ഇത് ഓക്സിഡേഷൻ ആണെങ്കിൽ അടുത്തത് ഓക്സിഡേഷൻ ആയിരിക്കും കേട്ടോ. സോ തന്നിരിക്കുന്ന രണ്ടും റിഡക്ഷൻ ആണ്. റിഡക്ഷൻ ആണെങ്കിൽ വലിയ വാല്യൂ കാതോഡ്. ഇതിലേതാ വലിയ വാല്യൂ? 3.2. സോ ഇതാണ് നമ്മുടെ കാതോഡ്. സോ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് എന്തായിട്ട് ആക്ട് ചെയ്യും? ആനോഡ്. ഇത് രണ്ടെണ്ണം ഉള്ളതുകൊണ്ടാണ് ഞാൻ കാതോഡ് ആനോഡ് എന്ന് എഴുതിയത്. മൂന്നെണ്ണം ആയിരുന്നെങ്കിൽ ഫസ്റ്റ് കാതോഡ്, സെക്കൻഡ് കാതോഡ്, തേർഡ് കാതോഡ് അങ്ങനെ എഴുതണം. ഏതൊരു തേർഡ് കാതോഡിനെ ഫസ്റ്റ് ആനോഡ് വിളിക്കണം, അങ്ങനെ എഴുതാവും. പിന്നെ ക്വസ്റ്റ്യൻ നമുക്കറിയാം, കാതോഡിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. കാതോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് സിങ്ക് 2 പ്ലസും വരാം, സിങ്കും വരാം. രണ്ടും ഓപ്ഷൻ ഉണ്ടല്ലോ, അതിലാര്? അതാണ് ഞാൻ വന്ന ട്രിക്കി ക്വസ്റ്റ്യൻ. കാതോഡ് എന്തായാലും സിങ്ക് 2 പ്ലസോ സിങ്കോ ആണ് ആൻസർ. കാതോഡിൽ എന്തോ നടക്കുന്ന റിഡക്ഷൻ. ആർക്കാണ് റിഡക്ഷൻ നടക്കുന്നത്? സിങ്ക് 2 പ്ലസിനാണോ സിങ്കിനാണോ റിഡക്ഷൻ? സിങ്ക് 2 പ്ലസ് സിങ്ക് ആയിട്ട് മാറുന്നത് റിഡക്ഷനും സിങ്ക് 2 പ്ലസ് ആയിട്ട് മാറുന്നത് ഓക്സിഡേഷനും. നമുക്ക് വേണ്ടത് റിഡക്ഷനാണ്. അത് നടക്കുന്ന ആർക്കാ? സിങ്ക് 2 പ്ലസിന്. നിങ്ങൾ ആൻസർ സിങ്ക് കുത്തിയാൽ തെറ്റാ, കാരണം സിങ്കിന് നടക്കുന്ന ഓക്സിഡേഷനാണ്. സോ സിങ്ക് 2 പ്ലസ്. ഇതാണ് കേസ്. ഓക്കെ, ഈ വാല്യൂസ് ഒന്നും സത്യസന്ധമായിട്ടുള്ള വാല്യൂസ് അല്ല, ഞാൻ ചുമ്മാ കിട്ടുന്നതാട്ടോ. അതൊന്ന് ആലോചിച്ച് വെച്ചോണേ. നോക്കാം ക്വസ്റ്റ്യൻ. ബെറ്റർ റെഡ്യൂസിങ് ഏജന്റ് നോക്കാം. സോ റെഡ്യൂസിങ് ഏജന്റ് ഇതാണ്. ദാറ്റ് മീൻസ് ആനോടാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ ആനോട് കണ്ടുപിടിക്കാനല്ല, കാതോട് കണ്ടുപിടിക്കാനാണ്. ആനോട് തന്നിരിക്കുന്നെല്ലാം റിഡക്ഷൻ ആണോ ഓക്സിഡേഷൻ ആണോ നോക്കാം. ഏജ് പ്ലസ് ഏജ് കുറയുന്നു, റിഡക്ഷൻ കുറയുന്നു, റിഡക്ഷൻ കുറയുന്നു, റിഡക്ഷൻ അപ്പോൾ എല്ലാം റിഡക്ഷൻ ആണ്. റിഡക്ഷൻ ആണെങ്കിൽ വലിയ വാല്യൂസ് കാതോട്, ഓക്സിഡേഷൻ ആണെങ്കിൽ വലിയ വാല്യൂസ് ആനോട്. സോ വലിയ വാല്യൂസ് കാതോട്. കൂട്ടത്തിൽ വലിയ വാല്യൂ 1.9 ഫസ്റ്റ് കാതോട്. നെക്സ്റ്റ് വാല്യൂ ഇത് സെക്കൻഡ് കാതോട്. നെക്സ്റ്റ് വാല്യൂ 2.9 തേർഡ് കാതോട്. ഇത് ഫോർത്ത് കാതോട് അല്ലേ. -3.9 വലുതാ 2.9, -2.9. ഇത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ബെറ്റർ റെഡ്യൂസിങ് ഏജന്റ് ആനോടാണ് കണ്ടുപിടിക്കേണ്ടത്. സോ കാതോടാകാൻ ചാൻസ് കുറഞ്ഞ ആള്, ആനോടാകാൻ ചാൻസ് കൂടിയ ആള്. കാതോടാകാൻ ചാൻസ് കുറയ ആളാണ്. സോ ആനോടാകാൻ ചാൻസ് കൂടിയ ആള് ഫസ്റ്റ് ആനോഡ്. ഓക്കെ, അതിനകത്ത് രണ്ടുപേര് സിങ്ക് 2 പ്ലസും സിങ്കും. ഓക്കെ, അതിലാര്? ആനോടാണ് നമുക്ക് വേണ്ടത്. ആനോട് നടക്കുന്ന എന്തുവാ? ഓക്സിഡേഷൻ. ഇത് റിഡക്ഷനാണ്, തിരിച്ചുള്ളതാണ് ഓക്സിഡേഷൻ. ആൻസർ സിങ്ക് ആണ്. ഇതാണ് നെക്സ്റ്റ് പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ്. ഇതും നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. എല്ലാ പാറ്റേൺസും ഞാൻ പറഞ്ഞിട്ടുണ്ട്. സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുമ്പോൾ റിയാക്ഷൻ തന്നാൽ, ആനോഡിലെയും കാതോഡിലെയും റിയാക്ഷൻ തന്നാൽ അത് വെച്ചിട്ട് അതിനനുസരിച്ചുള്ള വാല്യൂസ് ചൂസ് ചെയ്യാം. റിയാക്ഷൻ തന്നിട്ടില്ല, ജസ്റ്റ് പൊട്ടൻഷ്യൽ മാത്രമാണ് തന്നേക്കുന്നതെങ്കിൽ റിഡക്ഷൻ ആണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട്, സിമ്പിൾ അല്ല മറ്റേ ഈ വെച്ചിട്ടാണ് തരുന്നതെങ്കിൽ റിഡക്ഷൻ ആണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വലിയ വാല്യൂവിനെ കാതോടും ചെറിയ വാല്യൂവിനെ ആനോടും ആക്കുക. ഇനി സിമ്പിൾസ് ആണെങ്കിൽ വലിയ വാല്യൂവിനെ ഉറപ്പായിട്ടും കാതോടാക്കുക. നൗൺസിക്കേഷൻ എഴുതാൻ പഠിപ്പിച്ചു. അതിനുശേഷം ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നു. ഇതും കൂടെ ഓർത്ത് വെച്ചു. തെർമോഡൈനാമിക് ഫങ്ഷൻസ് ഫ്രം EMF. നോക്കാം. ഷിയൊക്കെ വരുന്നുണ്ട് കേട്ടോ, അങ്ങോട്ടാണ്. ഇലക്ട്രോഡുകളെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഷിയൊക്കെ പറ്റി പറയുന്നുണ്ട് കേട്ടോ. സോ തെർമോഡൈനാമിക് ഫങ്ഷൻസ് ഫ്രം EMF നോക്കാം. ആദ്യം നമുക്ക് ഗിബ്സ് എനർജി ചേഞ്ച് ആണ്. അതായത് ഗിബ്സ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ΔG ആണ് നമ്മുടെ കേസ്. ΔG ആണ് നിങ്ങൾ ഗിബ്സ് ഫ്രീ എനർജി എന്ന് വിളിക്കുന്നത്. ΔGയും നമ്മുടെ സെൽ പൊട്ടൻഷ്യലും തമ്മിലൊരു ബന്ധമുണ്ട്. അതാണ് തെർമോഡൈനാമിക് പ്രോപ്പർട്ടി. നമ്മൾ സെൽ പൊട്ടൻഷ്യലിനെ നമ്മൾ തെർമോഡൈനാമിക്സിന്റെ ടേംസിലോട്ട് കൊണ്ടുവരുന്നു. അത്രേ ഉള്ളതാണ്. സോ ഇക്വേഷൻ വരുന്നത് ΔG -NFE സെൽ. സെൽ പൊട്ടൻഷ്യലും ΔGയും ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ΔG -NFE സെൽ. അതിൽ N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്.
എഫ് എന്ന് പറയുന്ന ഫാരഡേ കറണ്ട് ആണ്. 96,485 വാല്യൂ. ഈ സെൽ പൊട്ടൻഷ്യൽ. ഇതിനകത്ത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്തായാലും പോസിറ്റീവ് ആണ്. ഫാരഡേ കറണ്ടും പോസിറ്റീവാണ്. ഈ സെൽ പൊട്ടൻഷ്യൽ ആണ് ചിലപ്പോൾ നെഗറ്റീവ്, ചിലപ്പോൾ പോസിറ്റീവ്, ചിലപ്പോൾ സീറോ. അതല്ലേ നമ്മളിപ്പോൾ കണ്ടതാണ്ട. സെൽ പൊട്ടൻഷ്യൽ ചിലപ്പോൾ എന്താകാം, പോസിറ്റീവ് ആകാം, ചിലപ്പോൾ നെഗറ്റീവ് ആകാം, ചിലപ്പോൾ സീറോ വരാം. സെൽ പൊട്ടൻഷ്യൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ച് ഡെൽറ്റ ജിയുടെ വാല്യൂ നമുക്ക് പറയാം. ഇപ്പോൾ ഇതാ ഡെൽറ്റ ജിയുടെ ഇക്വേഷൻ എന്തുവാ, മൈനസ് എൻ എഫ് ഇ സെൽ. ഓക്കെ, ഈ സെല്ലിന്റെ വാല്യൂ പോസിറ്റീവ് ആണെന്ന് വിചാരിച്ചോളാം. ഇതിന്റെ വാല്യൂ പോസിറ്റീവ് ആണ്. എന്തായാലും ഇത് രണ്ടും പോസിറ്റീവ്, അപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല. സോ പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് നമുക്ക് എന്ത് വരും, നെഗറ്റീവ് വരും. ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് വരും. ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് എന്നാൽ റിയാക്ഷന്റെ പേര് സ്പോണ്ടേനിയസ്. സോ ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണെന്ന് നിങ്ങളടുത്ത് ചോദിക്കും. സ്പോണ്ടേനിയസ് ആണെന്ന് ചോദിച്ചാൽ ഡെൽറ്റ ജി കണ്ടുപിടിക്കണ്ട, സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചാൽ മതി. സെൽ പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആണോ, റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ്. ഓക്കെ, ഇതാ ഈ സെല്ലിന്റെ വാല്യൂ നെഗറ്റീവ് ആണെന്ന് വിചാരിച്ചോ. ഡെൽറ്റ ജി എങ്ങനെ കണ്ടുപിടിക്കുന്നത്, നെഗറ്റീവ് അല്ലേ ഇവിടെ. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്ത് വരും, പോസിറ്റീവ് വരും. സോ ഡെൽറ്റ ജിയുടെ വാല്യൂ പോസിറ്റീവ് വരും. ഡെൽറ്റ ജി പോസിറ്റീവ് വന്നാൽ നോൺ സ്പോണ്ടേനിയസ്. അടുത്തത് ഈ സെല്ല് സീറോ ആണെന്ന് വിചാരിച്ചു. ഡെൽറ്റ ജിയുടെ വാല്യൂ എന്ത് വരും, ഇവിടെ മൊത്തത്തിൽ സീറോ ആവും. സീറോ ഇൻറ്റു ഹോൾ ടേം സീറോ ആവും. ദാറ്റ് മീൻസ് ഇക്വിലിബ്രിയം. അപ്പോൾ ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണോ, നോൺ സ്പോണ്ടേനിയസ് ആണോ, ഇക്വിലിബ്രിയത്തിലാണോ എന്നറിയാൻ ഡെൽറ്റ ജി വേണ്ട, സെൽ പൊട്ടൻഷ്യൽ മതി. സെൽ പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആണെങ്കിൽ നോൺ സ്പോണ്ടേനിയസ്, സെൽ പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആണെങ്കിൽ സ്പോണ്ടേനിയസ്, സെൽ പൊട്ടൻഷ്യൽ സീറോ ആണെങ്കിൽ ഇക്വിലിബ്രിയം. ഇതാണ് കണ്ടീഷൻ. ഇനി സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യലും സ്റ്റാൻഡേർഡ് ഗിബ്സ് ഫ്രീഡി കൊടുത്തിരിക്കുന്നത്. ഡെൽറ്റ ജി സീറോ ഇസ് ഇക്വൽ ടു മൈനസ് എൻ എഫ്. ആ സമയത്ത് ഈ സെൽ എടുക്കരുത്, ഈ സീറോ സെൽ എടുക്കും. ഡെൽറ്റ ജി സീറോ ഇസ് ഇക്വൽ ടു മൈനസ് എൻ എഫ് ഇ സീറോ സെൽ. ക്ലിയർ. എൻട്രോപ്പി ചേഞ്ച് ആണ്, അങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ മതി. ഡെൽറ്റ എസ് എൻട്രോപ്പി ചേഞ്ച് എന്ന് പറയുന്നത് എൻ എഫ് ഇൻറ്റു ഡോ ഇ ബൈ ഡോ ടി അറ്റ് പി. ഡെൽറ്റ എസ് എൻട്രോപ്പി ചേഞ്ച്, എൻട്രോപ്പി തെർമോഡൈനാമിക് പ്രോപ്പർട്ടിയാണ്. എൻ എഫ് ഇൻറ്റു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഫാരഡേ കറണ്ട്, ഡോ ഇ ചേഞ്ച് ഇൻ നമ്മളുടെ പൊട്ടൻഷ്യൽ, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഇതിനിങ്ങനെ എഴുതാം. എന്താ, ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു എൻ എഫ് ഇൻറ്റു E2 മൈനസ് E1 പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡ് ബൈ T2 മൈനസ് T1 അവരുടെ ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. അങ്ങനെ എഴുതും. നമ്മൾ ഡിഫറൻറ്റ് ടെമ്പറേച്ചറിൽ ഈ മെഷർ ചെയ്യുന്നു, ഇ വേഴ്സസ് ടെമ്പറേച്ചർ ഗ്രാഫ് വരയ്ക്കുന്നു. സ്ലോപ്പിൽ നിന്ന് ഡോ ഇ ബൈ ഡോ ടി ആയിട്ട് പി കിട്ടും. ഇ വേഴ്സസ് ടെമ്പറേച്ചർ ഗ്രാഫ് വരയ്ക്കുമ്പോൾ സ്ലോപ്പ് കിട്ടും. സ്ലോപ്പിൽ നിന്ന് ഡോ ഇ ബൈ ഡോ ടി ആയിട്ട് പി കിട്ടും. അതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡെൽറ്റ എസ് കിട്ടും. നെക്സ്റ്റ് എൻട്രോപ്പി ചേഞ്ച് ആണ്. എൻതാൽപ്പി ചേഞ്ച് ആണ്. എൻതാൽപ്പി അറിയാം, ഡെൽറ്റ ജി എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ആണ്. ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ. അതിനകത്ത് ഡെൽറ്റ എച്ച് കണ്ടുപിടിക്കാൻ എന്തുവാ, ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ ജി പ്ലസ് ടി ഡെൽറ്റ എസ് അല്ലേ. ഈ ടി ഡെൽറ്റ എസ് മൈനസ് ആണ്, അത് ഇപ്പുറം കൊണ്ടുവന്നു, അപ്പോൾ ഡെൽറ്റ എച്ച് ആവും. ഇപ്പുറം വരുമ്പോൾ ഡെൽറ്റ ജി പ്ലസ് ടി ഡെൽറ്റ എസ്. ഡെൽറ്റ ജിയുടെ ഇക്വേഷൻ എന്തുവാ, മൈനസ് എൻ എഫ് ഇ സെൽ പ്ലസ് ടി ഇൻറ്റു ഡെൽറ്റ എസിൻ്റെ എന്തുവാ, എൻ എഫ് ഇൻറ്റു ഡോ ഇ ബൈ ഡോ ടി അറ്റ് പി. തൊട്ടിപ്പോൾ അങ്ങോട്ട് എഴുതിയതേ ഉള്ളൂ. സോ ഞാൻ എൻ എഫിനെ വേണമെങ്കിൽ ഒന്ന് പുറത്തെടുക്കാം. സോ മൈനസ് എൻ എഫ് ഇൻറ്റു അല്ലേ ഇ സെല്ല് മൈനസ് ടി ഇൻറ്റു ഡോ ഇ ബൈ ഡോ ടി അറ്റ് പി. കറക്റ്റ് ആണോ, ഡെൽറ്റ എച്ച് ശരിയല്ലേ. ഇതാ മൈനസ് എൻ എഫ് ആ പുറത്തെടുക്കുക. പിന്നെ ഇവിടെ ഈ സെല്ല് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ പ്ലസ് ആ. അപ്പം ഞാനിവിടെ പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് അകത്തോട്ട് മൾട്ടിപ്ലൈ ഇവിടെ മൈനസ് വരും. എനിക്കിവിടെ പ്ലസ് ആകിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിവിടെ മൈനസ് എടുത്തത്. ഇത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തേ മൈനസ് എൻ എഫ് ഇൻറ്റു മൈനസ് പ്ലസ് എൻ എഫ് ടി ആവും. എൻ എഫ് ടി കണ്ടോ, ഡെൽറ്റ ജി സിക്കൽ ടു മൈനസ് എൻ എഫ് ഇൻറ്റു ഇ മൈനസ് ടി ഇൻറ്റു ഡോ ഇ ബൈ ഡോ ടി ആയിട്ട്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തമ്മിലുള്ള ബന്ധമാണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ബന്ധം എന്ന് പറയുന്നത് എൽ എൻ കെ എന്ന് പറയുന്നത് എൻ ഇ സീറോ ലോഗ് കെ എന്ന് പറയുന്നത് എൻ ഇ സീറോ സെൽ ഡിവൈഡഡ് ബൈ 0.0591. ഇതങ്ങ് പഠിച്ചു വെച്ചാൽ കേട്ടോ. ലോഗ് കെ എന്ന് പറയുന്നത് എൻ ഇ സീറോ സെൽ ഡിവൈഡഡ് ബൈ 0.0591. അതെങ്ങനെ വന്നതെന്ന് അറിയാമോ? ഓക്കെ, സോറി, ഇവിടെ തന്നെ പറയാം. നോക്കാം. നേൺസ് ഇക്വേഷൻ എന്ന് പറഞ്ഞേ ഇ സെൽ ഇസ് ഈക്വൽ ടു ഇ സീറോ സെൽ മൈനസ്
0.0591 ഡിവൈഡഡ് ബൈ n ലോഗ് ക്യൂ. ഇതല്ലേ നേൺസ്റ്റ് ഇക്വേഷൻ. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് പറയണമെങ്കിൽ ഇക്വിലിബ്രിയം എടുക്കണം. സോ ഞാൻ ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യുന്നു. ഇക്വിലിബ്രിയത്തിന്റെ പ്രശ്നം എന്താ? സെൽ പൊട്ടൻഷ്യൽ 0 വരുന്നതിനെയാണ് നിങ്ങൾ എന്താണെന്ന് വിളിക്കുന്നത്? ഇക്വിലിബ്രിയം. സെൽ പൊട്ടൻഷ്യൽ സ്റ്റാൻഡേർഡ് അല്ല, സെൽ പൊട്ടൻഷ്യൽ 0 ആവും. ദാറ്റ് മീൻസ് ഇക്വിലിബ്രിയത്തിൽ ഈ സെൽ 0 ആവും. E0 സെൽ എന്തല്ല? 0 അല്ല. ഇത് ഒരു മോളാർ കോൺസെൻട്രേഷൻ്റെ, അതൊരിക്കലും 0 ആവത്തില്ല. പിന്നെ ക്യൂ ആണ് നമുക്കുള്ളത്. ക്യൂ ഈക്വൽ ടു എന്താണെന്ന് വിളിക്കാം? കെ. കാരണം ഇക്വിലിബ്രിയം ആകുമ്പോൾ പ്രോഡക്റ്റ് ബൈ റിയാക്ടറിന്റെ കോൺസെൻട്രേഷൻ ആണ് ക്യൂ. ഇക്വിലിബ്രിയം ആകുമ്പോൾ ഈ പ്രോഡക്റ്റ് ബൈ റിയാക്ടറിന്റെ കോൺസെൻട്രേഷനെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കെ എന്നാണ് വിളിക്കുന്നത്. സോ ഞാൻ എഴുതുന്നു 0 ഈക്വൽ ടു E0 സെൽ മൈനസ് 0.0591 ഡിവൈഡഡ് ബൈ n ലോഗ് കെ. ഇനി ഇതിന് ഇപ്പുറം കൊണ്ടുവരുന്നു. 0.0591 ഡിവൈഡഡ് ബൈ n ലോഗ് കെ എന്ന് പറയുന്നത് E0 സെൽ അല്ലേ. ഇനി ലോഗ് കെ എന്ന് പറയുന്നത് n E0 സെൽ ഡിവൈഡഡ് ബൈ 0.0591. ഇതാണ് കേസ്. സിമ്പിൾ സാധനം. എടാ ഈ 0.0591 പകരമാണ് നമ്മൾ എന്ത് 0.0591 നമ്മൾ എടുത്തത് അല്ലേ? RT ഡിവൈഡഡ് ബൈ n ഇൻറ്റു 2.303 ഇതല്ലേ നമ്മൾ എടുത്തത്. അപ്പോൾ എന്താ അതിന് പകരം എന്താ? n അവിടെ തന്നെയുണ്ട്. RT ഡിവൈഡഡ് ബൈ NF അല്ലേ? RT ഡിവൈഡഡ് ബൈ F ആണല്ലേ. അപ്പോൾ F മുകളിൽ പോയി RT താഴെ വന്നു. അത്രയുള്ള വ്യത്യാസം. നമ്മൾ 0.0591 വരെ വാല്യൂസ് കൊടുത്തേക്കുക. നിങ്ങളെ ഇക്വേഷൻ മാത്രം കാണാൻ പഠിച്ചു.